സിറ്റിയിലോട്ട് ഒരു വരവ് വരുന്നുണ്ട് നമ്മള്. എന്താ കേട്ടില്ല? എടാ 12 മണിയായി. ഒരു വരവ് പിന്നെ എടാ നീ മറന്നടാ ഇതൊക്കെ. നീ മറന്നുപോയല്ലടാ ചന്ദ്ര. ഞാൻ പറഞ്ഞു അല്ലേ എന്നാ നമുക്ക് അന്ന് കേക്ക് നടത്തായിരുന്നു. 14,000 പേര് വിഷ് ചെയ്യണം ചേർത്തേട്ടനെ. ഇതെല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ടുണ്ട് ജോഗി. ഹലോ ജോഗി, ഞാൻ കുറച്ച് കാര്യങ്ങളിലായി പോയി. എന്നാലും ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. ഞാൻ മറ്റന്നാൾ വരാം. ഞാനും വരാമേ. ഇന്ന് 26-ാം തീയതി ലൈവ് കഴിഞ്ഞിട്ട് 27-ാം തീയതി രാവിലെ ഞാൻ അങ്ങോട്ടെത്താം. ഓക്കെ ചേട്ടാ. എന്താടാ വരാമേ. തൊട്ടപ്പുറത്തെ വീട്. എന്താ ബോബ് എന്താ ചോദിച്ചേ? അല്ല എങ്ങനെയാണ് പോണ? ഒരാളോട് വരാണ്ട് ഇവിടുന്ന് അങ്ങോട്ടെ. വാ കാറിലായിരിക്കും. രാവിലെ ഒരു കാര്യം പറയാണ്ട്. അണ്ണാ കേട്ടോ? എന്താ കല്യാണമായ നിന്റെ? ഹലോ അതായത് അണ്ണാ, നമ്മളെ അണ്ണന്റെ ബർത്ത്ഡേക്ക് നമ്മള് അങ്ങ് റിയൽ ലൈഫിൽ വന്നോണ്ട് നമ്മളൊരു ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് അണ്ണന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ അണ്ണ സിറ്റി കയറണം. അല്ലെ ഈകളെ, നിന്റെ അടുത്ത് ഞാൻ 10 തവണ പറഞ്ഞു നീ അടി ഉണ്ടാക്കല്ലേ. ഞാൻ ഇതുകൊണ്ടാണ് കിടന്ന് പറഞ്ഞോണ്ടിരുന്നത് നിന്റെ അടുത്ത്. ഞാൻ സർപ്രൈസ് ആയിട്ട് നീ എന്തിനാണ് ഞാൻ കേറ്റിയിരുന്നല്ലോ സിറ്റിയിൽ. നീ മണ്ടനാണോ രായ? ചന്ദ്രൻ പറഞ്ഞല്ലേ നീ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റുന്നത് എന്തെങ്കിലും വിളിച്ചത്. നിന്നെ ആര് വിളിച്ചതിന്? അല്ല നിന്നെ ആരെ വിളിച്ചപ്പോ ഇങ്ങോട്ട്? അല്ല ചന്ദ്ര, ഞാനൊരു കാര്യം പറട്ടെ. ഇത് ആ സിറ്റിയിലല്ല. നല്ല സർപ്രൈസ്. പിന്നെ മെയിൻ പിന്നെ ഒരു കാര്യം ഉണ്ടെന്നാ, എനിക്കും കയറാൻ പറ്റുന്നില്ല. എന്തോ മറ്റേ 5M എന്തോ ബാനോ. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ വന്ന് പറയൂലേ. ബാനോ? അണ്ണാ ഞാൻ എനിക്ക് കയറാൻ പറ്റത്തില്ല. എനിക്ക് സ്നൈപ്പ് സുഖം. കേറി. അല്ല ഈ ചന്ദ്രനാ പോട്ടെ. എന്തായാലും ടെസറോട് കയറാൻ പറയുമ്പോ അവൻ എന്തായാലും മനസ്സിലാവും. അത് ശരിയാ. ഇല്ലല്ലേ, ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ മെയിൻ സർവറിലെന്ന് വിചാരിച്ചേ. ഞാനാണെങ്കിലേ പറയുകയും ചെയ്ത്. എന്നാലും എനിക്ക് മനസ്സിലാവത്തില്ല. ഇന്ന് ജോക്കിയുടെ ബർത്ത്ഡേ അല്ലേ? അല്ല അതാണ് എടാ, ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കേണ്ട അളിയാ. ഈ സർപ്രൈസ് പറയേണ്ട പരിപാടി ചെറിയൊരു അപ്പോട്ടെന്ന് കാണിക്കുന്നു. സെർവർ അപ്പോട്ടോ ഇതിനാണ് ഞാൻ വന്നിട്ട് ഇപ്പൊ സിറ്റുവേഷൻ എടുത്ത ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. ആക്ടിങ് എങ്ങനെ ഉണ്ടായത്? നല്ല ആക്ടിങ്. മനസ്സിലായതേ ഇല്ല. അത് ഭയങ്കരമായിട്ട് ഇതിപ്പോ ഏത് സർവറിലാ കയറണ്ടേ? അപ്പോഴൊക്കെ ചാറ്റിൽ ഇല്ലെണ്ണ കൊണക്കെണ്ണ അത് അമ്പട. ആരായിട്ട് സിറ്റുവേഷൻ ആയതെന്ന് എന്താ അത് നിറയെ കയറി. ആണ് എങ്ങനെങ്കിലും പറഞ്ഞു ഇതാക്കുമ്പോ അവിടെ ഇരിക്കണ ബാക്കി മഞ്ചില്ലേ? ഞാൻ എടുത്തോളാം. ഇനി മഞ്ചില്ല അളിയാ. 2 മഞ്ചാ തന്നേ. ബാക്കി എന്ത് മഞ്ച്? അപ്പൊ ഇന്നലെ അതും തിന്ന് നിർത്താന്മാര്. പിന്നെ നീ മറ്റേ കൂട്ടനല്ലേ? നീ എന്ത് തിന്നാൻ? അല്ല ഞാൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ എന്തോ
അത് കഴിച്ചു. അണ്ണൻ ഡയറി മിൽക്കിന്റെ കോൺട്രാക്ട് വല്ലതും ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ, ആ. ഇന്നലെ ഞാൻ ഒരു ദിവസം വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയ നീ പിടങ്ങി പോണുണ്ട്. അണ്ണ ഡയറി മിൽക്കിന്റെ പോടാ, എനിക്ക് ചോദിച്ചോക്ക് അണ്ണാ. എന്താണ് പറഞ്ഞ കേട്ടില്ല ബാബു, എന്താ പറഞ്ഞേ? അല്ല, പറഞ്ഞു കൊടുക്കാം, നമ്മളെ വെള്ളത്തിൽ ഇറങ്ങിയാന്ന്. ഇവ എന്താ ഈ ബാലെന്തിന് പറയണേ? ബാല അല്ല ഡയറി മിൽക്കിന്റെ കോൺട്രാക്ട് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചത്. നിന്റെ സൗണ്ട് കട്ടായി പോകുന്ന എന്തിന്റെ കോൺട്രാക്ട്? ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അവന് കൊടുക്കാൻ. ഡയറി മിൽക്കിന്റെ നീ PC-ലല്ലേ? കോൺട്രാക്ട് വല്ലതും ഉണ്ടോന്ന് ബാർ ഇരിക്കുകയല്ലേ, ഏതാ ബാർ ഇരിക്കുകയല്ലേ, അപ്പൊ എങ്ങനെ എന്തൊരു പറയുന്നു. ഏതാ ബാർ ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യേ. ഡയറി മിൽക്കിന്റെ കോൺട്രാക്ട് ഉണ്ടോന്നാണോ ചോദിച്ചേ? ആ ഇല്ല 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 ഇല്ല. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 5 ഡയറി മിൽക്ക് എടുത്തായിരുന്നേ, അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ അതും കിട്ടി. അതിന്റെ ആളെ ഇനി പറ, സിംഗില് വാദിച്ച നീ കൂടെ ഇനി പറ. ഒറ്റ കുറ്റസമ്മോട് അറിഞ്ഞാൽ മതി. അല്ല, രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. ഒന്ന്, എന്റെ ബഡ് കൊണ്ടുപോയത് ആര്? ഹലോ രണ്ട്, ഹലോ അണ്ണൻ എന്റെ സിംഗിൾ അണ്ണാ, വാള് ഒന്നും വെച്ചത് ആര്? കൊണ്ടുവല്ല ഞാൻ. ഒന്നും കൊണ്ടുവല്ല, സിംഗിൾ വാളും ഞാൻ വെച്ചില്ല അണ്ണാ. ഞാൻ അണ്ണന്റെ കൂടെ നടന്ന അണ്ണാ. ഞാനും ഈ പുറകെ കിടക്കുന്ന പാവക്കുട്ടി ഒരുമിച്ചാ കിടന്നേ. ഓ, സത്യം സത്യം. സത്യം, ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ചാ കിടന്നേ. അതിനകത്ത് ഇത് രാവിലെ എന്തോ നടന്നേ. എന്ത് ഈ സിംഗിൾ വാള് നിങ്ങളെല്ലാം കിടന്നു ഞാൻ പോയി ഫുഡ് കഴിച്ച്. നിങ്ങളെല്ലാം കിടന്നു ഞാൻ പോയി ഫുഡ് കഴിച്ച്. അണ്ണാ, ഞാൻ പറയാം. നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോ അവിടെ വാളുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അപ്പൊ നീ തന്നെ. അണ്ണാ, ഞാൻ ആ ടൈമിലില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ? ഒരു കാര്യം പറഞ്ഞോട്ടെ? ഒരു കാര്യം അതായത് നമ്മൾ ഈ പരിപാടി കുറച്ച് ലിമിറ്റഡ് ആൾക്കാരെ വെച്ചിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പൊ KVന്ന് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാസ്ട്രോനെയും മെയിൻ ആയിട്ടുള്ളവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം കുറച്ച് ലിമിറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും കൂടെ ക്രൗഡായിട്ട് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ബാക്കി എല്ലാരും ലൈവിൽ എൻജോയ് ചെയ്യുക. സോറി കേട്ടോ, ചാറ്റിൽ ഇതാക്കരുത്, ലൈവിൽ എൻജോയ് ചെയ്യാം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അല്ലാതെ തന്നെ അവർക്ക് സിറ്റി വരാൻ പറ്റത്തില്ലാണ്. എന്താ പറയുന്നത്? ലൈവിൽ എൻജോയ് ചെയ്യാം. അത് തന്നെ, വരാൻ പറ്റാത്തവര് ലൈവിൽ എൻജോയ് ചെയ്യാം. അളിയാ ഈകളെ നീ ഓടി ഓടി അവിടെ എത്തോ? നീ ഇപ്പൊ ഈവന്റ് നടക്കുന്നതിന്റെ അവിടെ ആളെ ഞാൻ നടന്നല്ലോ. ഇപ്പൊ ആള് വരൂല്ലേ എന്നെ ഡ്രാഗ് ചെയ്ത്? ആണാ, മുതുക്കിലാണ് എല്ലാരും വന്ന് മുതുക്കിൽ നിരന്നിരിക്കണേ. ഇതിന്റെ നമ്മള് കൊറേ പേര് ടർഫിന്റെ അവിടെ ആണ് നമ്മളെ ആ എടാ എടാ ഈകളെ, നീ ദേവുട്ടന്റെ നിന്റെ പിക്സൽ ആപ്പ് കണ്ടായിരുന്നോ? ആ, മറ്റേ ഇതിനകത്ത് ചെയ്തല്ലേ മൈൻക്രാഫ്റ്റില്? കമന്റ് ഇട്ടിട്ടുണ്ട്. ആ ഓ, അത് ഞാൻ കണ്ടത് മൈൻക്രാഫ്റ്റ് ചെയ്തടാ. എന്ത് വലുപ്പമാടാ അത്, എന്റെ അമ്മോ. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കിടില സാധനം കേട്ടാ. കിട്ടില്ല സാധനം. ബ്രോ എന്റെ എന്ത് വലുതാ, എത്ര ടൈം എടുത്തായിരിക്കും ചെയ്തതല്ലേ? 12 മണിക്കൂറിന് എന്തോ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. 12 മണിക്കൂറിനോ 24 മണിക്കൂറെന്തോ ഇത്രയുണ്ടോ? 26 hours. എന്റെ 26 hours. അതെ, അത് ഫേക്ക് ആണെന്ന്. ഫേക്കോ? പോടാ അവിടുന്ന്. അറിയില്ല, അടുത്ത എന്റെ ചെയ്യുന്ന പറഞ്ഞായിരുന്നു പുള്ളി. 26 മണിക്കൂർ ലൈവ് ഇട്ടാണ് ചെയ്തതാണല്ലേ? ലൈവിലാണോ ചെയ്തത്? ലൈവില് പുള്ളി അതിനകത്ത് ആപ്പ് റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ടാ ചെയ്തു. ഓടാ, ഇവിടെ മുതുക്കിലോ ഡ്രാഗ് ചെയ്യാൻ പറയലേ. മെയിൻ സെർവർ അല്ലടാ, മെയിൻ സെർവർ ആണോ? ചന്ദന ട്രാക്ക് ചെയ്യാമോ? അയ്യോ, ഞാൻ മെയിൻ സെർവർ കയറിപ്പോയല്ലോ. എടാ, ഈ GTA 6 പ്രീ ബുക്ക് ചെയ്യുന്നതിന് ഡേ ലിമിറ്റ് വല്ലതും ഉണ്ടോടാ? ചന്ദന ഇല്ലല്ലോ. നാളെ വീട്ടിലെത്തിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ഈകളെ ഈ പ്രീ ബുക്ക് ചെയ്യാൻ നമുക്ക് എത്ര ലൈക്ക് ഒരു ദിവസം മുന്നേ കിട്ടുക? അങ്ങനെ എങ്ങനെയാണത്? ഇല്ല 12-ാം തീയതി നമുക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. എയർലി ആക്സസ് മാത്രമേ ഉള്ളൂ. അല്ല, 12-ാം തീയതി തൊട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. Guys, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം കേട്ടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഗെയിം ഒരിക്കലും വില കുറച്ച് കിട്ടത്തില്ല. മീഷോയ്ക്കകത്തും അതിനകത്തും ഇതിനകത്തും ഒക്കെ 500 രൂപയ്ക്ക് GTA 6 മേടിച്ചോണ്ട് വന്നിടുമ്പോ എന്താ പ്ലേ ആവുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇതൊന്നും കണ്ട് ഓർഡർ ചെയ്യലും മണ്ടന്മാരാവില്ലേ. ഇന്ന് ആരും മീഷോയുടെ ലിങ്ക് ഇട്ട് കളിയാ 450 രൂപ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഹാർഡ് കോപ്പി ഇല്ലല്ലോ, ഫിസിക്കലും ഡിജിറ്റൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് ഫിസിക്കൽ ഉണ്ട്, പക്ഷേ ഡിസ്ക് ഇല്ല. ഫിസിക്കൽ വാങ്ങാൻ പറ്റും, പക്ഷെ അതിനകത്ത് ഒരു കോഡ് ഇട്ടു, അതെടുത്ത് ഇതാക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഡിസ്ക് ഇല്ല. അതെ, അല്ലാതെ ഗെയിം ഡിസ്ക് ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനകത്തൊന്നും പോയി ഇതാക്കല്ലേ. പിന്നെ 7500 രൂപ എന്ന് പറഞ്ഞാൽ 7500 രൂപ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? എന്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറയണത്
ഒരു 12 to 14 15 ആ ഒരു റേഞ്ച് ആയിരുന്നു. പക്ഷെ 7500 രൂപ ഡീസന്റ് പ്രൈസ് ആണ് ഇത്ര ഹൈ ഗെയിമിന്. അതെ ഇവരെ ഇവ എന്താ നിന്റെ നെറ്റോ മൈക്കോ എന്തോ പോയിരിക്കോ, നീ ഒന്ന് സെറ്റ് ആക്കി തന്നെ. ഇൻ ഗെയിമില് ഗൺ സ്കിന്ന് അങ്ങനത്തെ സ്കിന്നൊക്കെ ഒരു ഇനി പൈസക്ക് ഇതാക്കും അത് അതിനകത്തല്ലേ ഗൈസ്. അതിനകത്ത് ഈ പേ ടു ഗെറ്റ് ആ പരിപാടി കുറെ ഉണ്ടാവും. ഓരോ സാധനങ്ങളുണ്ടാവും, നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ടാവും. നമ്മളെ അൾട്ടിമേറ്റ് എടുക്കുമ്പോ കുറെ ഗൺ സ്കിന്നൊക്കെ കിട്ടും. റെക്കോർഡ് ബ്രേക്കിംഗ് പ്രീ ബുക്കിംഗ് ആയിരിക്കും. പിന്നെ ഉറപ്പല്ലേ, സംശയമുണ്ടോ അതില്? PS ഇല്ല ഇല്ലടാ, മൊബൈലിൽ പറ്റും, മൊബൈലിൽ പറ്റും, മൊബൈലിൽ പറ്റും. PC-ൽ 1 വർഷം ആവൂടെ, എങ്ങനെ പോയാലും 1 വർഷം അതിൽ കൂടുതലാവും. എങ്ങനെ ഏറ്റവും കുറഞ്ഞത് മിനിമം 1 വർഷമാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോഴേ പറയുവാണേ, എൻ്റെ GTA 6-ന്റെ സ്ട്രീം കാണാൻ വരുന്നവരെല്ലാവരും പുതിയൊരു പയ്യന് കൺട്രോളർ കൊടുത്ത് അവൻ എങ്ങനെ കളിക്കും അതുപോലെ ആയിരിക്കും. കാരണം എനിക്ക് കൺട്രോളർ കളിക്കാൻ അറിഞ്ഞൂടാ, കൺട്രോളർ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൺട്രോളറിനകത്ത് വെടി വെക്കുക എന്ന് പറയണത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഒട്ടും അറിയത്തില്ല. ഞാൻ ആകെ കൺട്രോളറിൽ കളിക്കുന്ന ഗെയിമുകളെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ റോക്കറ്റ് ലീഗ്, മറ്റേ അത് ഇതൊക്കെയാണ് ഞാൻ കൺട്രോളറിൽ കളിക്കുന്നത്, മനസ്സിലായ? അല്ലെ ദേവൂട്ടനെ വെച്ച് സ്ട്രീം ചെയ്യിപ്പിക്കുക. ദേവൂട്ടന്റെ ചാനൽ തുടങ്ങുന്നത് GTA 6 ദേവൂട്ടൻ ഗെയിമിംഗ് OP. ഞാൻ വേറെ ആരോടെ പറയാം ഗൈസ്, GTA 6 ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറെ ചാനലുകളുണ്ട്. ഞാൻ പറയാം, എന്നേക്കാ ബെറ്റർ ആയിട്ടുള്ള ചാനലുണ്ട്. ഞാൻ പറയാം, എബിറ്റ് ബീസ് ബ്രോയുടെ ചാനൽ. അവരൊക്കെ കിടിലുമായിട്ട് പ്രസന്റ് ചെയ്യും. അവരുടെയൊക്കെ ചാനലിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം GTA 6 ഒക്കെ ഇറങ്ങുമ്പോൾ പുള്ളിയൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കാരണം അവർക്കൊക്കെ ഈ മൊത്തം ഗെയിംസുകൾ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഈ FPS ഗെയിംസും ഇങ്ങനത്തെ ഗെയിമുകൾ മാത്രമേ കളിക്കാറുള്ളൂ. അവർക്കൊക്കെ അങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് പറയാം. ഗെയിം തെറാപ്പിസ്റ്റ് ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ഇതിനകത്ത് പോയി കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ ഇപ്പഴാ കണ്ട. ഹലോ, ഇതൊക്കെ എനിക്ക് വാൾപേപ്പർ ആക്കാൻ തരുവോടാ? ഇതൊക്കെ രായ ഇതൊക്കെ ഹാപ്പി ബർത്ത്ഡേ വരുന്ന ദിവസം. താങ്ക് യു സോ മച്ച്. ഇത് കിടിലതോ, ഈ സാധനം അടിപൊളി എത്തിയതോ. ഇത് കണ്ടോ, ഇത് അടിപൊളി. എനിക്ക് കേറാൻ പറ്റുന്നില്ല കേട്ടോ. കേറാൻ പറ്റുന്നില്ലേ? എന്താ ഗൈസ്, ഇത് എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേക്ക് 2 ദിവസം ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവര് എന്നോട് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് ചെയ്തതാ. എന്താ പലു പിന്നെ 6 ഇടിച്ചിട്ടത്? ആണോ ഒരു ഡൗട്ട്, ഇപ്പൊ GTA 6 മേടിച്ചാൽ PC-യിൽ വരുമ്പോ വേറെ മേടിക്കേണ്ടി വരുമോ? മേടിക്കേണ്ടി വരും. അണ്ണന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഈ വർഷത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. എടാ വേറെ കാര്യം, എടാ ഈ വട്ടം സ്റ്റീമിലാണോ എപ്പിക്കിലായിരിക്കും എടാ ഇത് ആദ്യം വരുന്നേ? GTA 6 ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല PC-യിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന്. ടീം എപ്പിക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും. ചാൻസ് കൂടുതൽ. അല്ല ഇവര് സത്യം പറഞ്ഞ ആദ്യം റോക്ക് സ്റ്റാർ ഗെയിംസിൽ കൊണ്ടുവന്നിട്ട് പിന്നെ സ്റ്റീമിനും എല്ലാവരും കൊടുക്കാറുള്ളൂ. ആണല്ലേ? അവർക്ക് തന്നെ ലോഞ്ചർ ഉണ്ടല്ലോ റോക്ക് സ്റ്റാർ ഗെയിംസ്. അതെ അവരുടെ ലോഞ്ചറിലുണ്ടല്ലോ പറഞ്ഞു. അതാകുമ്പോ കമ്മീഷനും കൊടുക്കണ്ട, മൊത്തം പൈസ കീശയിലിരിക്കും. അതാണ് മൊത്തം പൈസ എടുക്കാൻ. അതന്നെ എത്ര രൂപയായിരിക്കൂടാ? ബില്യൺസ് വാരും. അളി ഇവർക്ക് ടാക്സ് ഇഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഇടാൻ പറയാറില്ലേ? അമ്മ എന്തായിരിക്കും ഒരു ഗെയിമിൽ കിട്ടാൻ പോണേ? അളി ഇപ്പഴേ ആൻഡ്രോയിഡ് APK എന്നൊക്കെ പറഞ്ഞ ഗൂഗിൾ കിടപ്പുണ്ട് GTA 6. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഗൂഗിൾ ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞ അതേ കാര്യം മൊബൈൽ യൂസേഴ്സിനോട് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കോടി കൊടുത്ത് മറ്റേ ഇത് കളിക്കാൻ തന്നെ 4 ലക്ഷം രൂപയുടെ കാർഡ് വേണം, മനസ്സിലായ? അത്രയും വലിയ ഗെയിമാ.
നീയൊക്കെ ഈ ലിങ്ക് ഓരോരുത്തന്മാർ ഇൻസ്റ്റയിൽ ഇടുന്നവന്മാരുടെ ഒക്കെ തമിഴ് വീഡിയോയും തെലുങ്ക് വീഡിയോയും ഭാഷ അറിയാത്ത വീഡിയോ ഒക്കെ കണ്ട് APK എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചിട്ട് അതുകൊണ്ട് കക്കൂസി കയറുമ്പോ ഇൻസ്റ്റയിൽ ആ വീഡിയോ പോസ്റ്റ് ആവും അടുത്ത ദിവസം. ഞാൻ ഉറപ്പ് പറയാം, ദയവ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യരുത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ചെയ്യുന്നവരുണ്ടറാ, ചില അവന്മാർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയും. ഒരു അതുപോലെ ഞാൻ ബ്ലാക്ക് മിത്ത് തൂക്കോങ് ഒരുത്തനെ ഞാൻ ബ്ലാക്ക് മിത്ത് തൂക്കോങ് തകർത്ത് സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്ന സമയം ഒരുത്തൻ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുക, എന്തോ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ സ്ട്രീം ചെയ്യുന്ന ഈ കൊരങ്ങന്റെ കളി മൊബൈലിൽ കളിക്കാം, കൊരങ്ങന്റെ കളി മൊബൈലിൽ കളിക്കാം, നിങ്ങൾക്ക് ലിങ്ക് വേണോ? ലിങ്ക് വേണമെങ്കിൽ താഴെ കൊരങ്ങൻ എന്ന് കമന്റ് ഇടുവോ? ഞാൻ നോക്കിയപ്പോ 10,000 കമന്റ് അതിനകത്ത്. മൊബൈലിൽ ഓടിക്കുക എന്ന് പറഞ്ഞ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, മനസ്സിലായോ? അങ്ങനെ എങ്ങാനും വല്ല സൈൻ വല്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട് അടക്കം ഊരി അടിച്ചോണ്ട് പോകുന്നത്. പണ്ട് ഓർമ്മയില്ലേ കോച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ മറ്റേ എന്താ നമ്മുടെ കോച്ച് രാവിലെ ഒരു ദിവസം എഴുതിട്ട് ടെൻസ് അമ്പലപ്പുഴ പാൽപ്പായസം ഗീവ് അവേ ചെയ്യുന്നു, അമ്പലപ്പുഴ കമന്റ് ഇടാനൊക്കെ പറഞ്ഞ സ്റ്റോറി ഇട്ട്, എന്നിട്ട് പുള്ളിയുടെ അക്കൗണ്ട് ആദ്യം കൊണ്ടുപോയി. പ്ലെയറാ മണ്ടൻ ചെയ്തിട്ട് എല്ലാരും പറയാ സ്കിൻ ഉണങ്ങി പോയി ചെല്ലേ ഓടിച്ചല്ലേ. എന്ത് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ഗെയിമിംഗ് വേറെയാണ് ഗൈസ്. ക്ലൗഡ് ഗെയിമിംഗ് എന്താണ്? APK ഫയൽ എന്താണ്? APK ഫയലാണ് ക്ലൗഡ് ഗെയിമിങ്. നിങ്ങൾ എന്താ പറയുന്നത്? ക്ലൗഡ് ഗെയിമിംഗ് എന്ത്, APK എന്ത്? ഞാൻ പറയണത് ഈ കസ്റ്റം ലിങ്ക് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ എന്നിട്ട് ഈ ഫയൽ സേവ് ചെയ്ത് വെക്കുന്നിടം കാണണം. മറ്റേ വി ചാറ്റോ ഷെയറോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ സാധനങ്ങളില്ല, അതിനകത്തൊക്കെ ഒരു ലിങ്ക് ഉണ്ടാക്കി തരും. RDR ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറയണമെന്ന് പറഞ്ഞ കേസ് ഈ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാത്ത മൊബൈൽ ആപ്സ് ഒരിക്കലും വാങ്ങിയിടില്ല, കൊണ്ടുപോകും. എടാ എന്നാ ഇതിന്റെ ലോഞ്ച് എന്നാ? എന്തിന്റെ നവംബർ 19. നമ്പർ 10 നമ്പർ 12 അവിടെ എല്ലാരും കേറിയാലോ? പ്രീ ബുക്ക് ചെയ്യാത്തവർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുക? അന്ന് അടിക്കാം. പ്രീ ബുക്ക് ചെയ്യാത്തവർക്ക് എന്ന് ആക്സസ് ചെയ്യാൻ പറ്റും? അളിയാ എല്ലാവർക്കും 19 തന്നെ, പക്ഷേ എല്ലാവർക്കും 19 കുറച്ച് സ്കിൻസ് മറ്റല്ല എന്തൊക്കെയോ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതുപോലെ 12 ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും പ്രീ ബുക്ക് ചെയ്തോ. അളിയാ അവന്മാർ എത്ര ഉണ്ടാക്കോളിയാ? കയ്യും കണക്കുണ്ടാവോ? എല്ലാരും സിറ്റിക്ക് അറിയോ? ഹലോ എടാ ഇത് ഞാൻ പറയട്ടെ, ഞാൻ തലേന്നേ ലൈവ് ഇട്ട് പ്ലേ സ്റ്റേഷനിൽ എന്തെങ്കിലുമൊക്കെ കളിച്ചെങ്കിൽ ഇരിക്കും എന്റെ ഗെയിമിംഗ് റൂമില്. ഞാൻ വീട്ടിൽ സ്ട്രീം ഇടുന്ന കേട്ടാ. ഞാൻ തലേന്നേ ലൈവ് ഒക്കെ ഇട്ട് മറ്റേ ആപ്പിളിന്റെ ഫോൺ ലോഞ്ച് ആവാൻ വേണ്ടിട്ട് മറ്റേ കടയുടെ മുമ്പിൽ സായിപ്പന്മാരിരിക്കൂലേ തുണിയൊക്കെ വിരിച്ച്, ഞാൻ അതുപോലെ തലയിലൊരു തോർത്തൊക്കെ കെട്ടി വൈകുന്നേരം തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കും ഗെയിമിംഗ് റൂമില്. ഇല്ല കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർ തീർക്കുന്നതിനേക്കാളും ചെറുതായിട്ട് സ്പീഡ് കുറഞ്ഞായിരിക്കും ഞാൻ തീർക്കണം, കാരണം എനിക്ക് കൺട്രോളർ കളിച്ച് വഴങ്ങിയിട്ടില്ല. പുറത്തൊക്കെ ഇതുപോലെ ഭയങ്കര അടിപൊളിയാണ്. UK-ലൊക്കെ ഭയങ്കര വിഷയമായിരിക്കും, ഗോകുൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവരൊക്കെ മിക്ക ഒരു ലീവൊക്കെ എടുത്ത് ഇത് ഇറങ്ങണ ഇതാക്കിട്ടെ GTA 5-ന്റെ ഇത് നോക്കിയാൽ മതി, ഭയങ്കര രസകരമാണ്. കുറച്ചധികം 18+ തുടങ്ങിയത് ഞാൻ നിൽക്കുന്ന സ്ഥലത്താ ആണല്ലേ? ഹെൽമെറ്റ് ഊരിട്ട് ഇറങ്ങാണ്ടിരിക്കാവോ? ഇല്ല നിൽക്കത്തില്ല. ദൈവന്റെ ഹെൽമെറ്റ് ഊരി വെച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫ 1.3 GTA 6 2 ബില്യൺ. ബുർജ് ഖലീഫ 1.3 ഉള്ളൂ, 1.3 ബില്യണേ ഉള്ളൂ. അത്ര ഉള്ളോ? എന്നാ ഗൾഫില് GTA 6 ബാൻ ആണ്. ആണോ? ഓടാ എടാ അങ്ങനെ ബുർജ് ഖലീഫയ്ക്ക് അത്ര ഉള്ളെങ്കിൽ GTA 6 അപ്പൊ എന്താടാ? ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഇറങ്ങിയിട്ടുള്ളൂ കുറെ നാളുകള്. 18+ ആണ്. 18+ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. ഈ ഗെയിം ഇത് 5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഈ ഗെയിം GTA 5 5 വർഷത്തെ ഡെവലപ്മെന്റ് ആയത്. 11 വർഷത്തെ ഡെവലപ്മെന്റും
2 ബില്യണോ? 2 മില്യൺ ആണോ ബില്യൺ ആയിരുന്നോ? ബില്യൺ ബില്യൺ 2 ബില്യൺ. 2 ബില്യൺ. അല്ല അത് പിന്നെ ഡിലേ ആയപ്പോ 4 ബില്യൺ അടുപ്പിച്ചോളം ആയെന്നാണ് ഞാൻ കേട്ടത്. 4 ബില്യണോ അളിയ? എന്താ പൈസക്കൊന്നും വിലയില്ല അളിയ. അളിയ ഇവിടെ ഇപ്പം എഡിൻബറയിലാണ് ഒരു ഇതുള്ളത്, റോക്സ്റ്റാർ ഗെയിംസേ. ഇത് ഇവിടെ ബ്രിട്ടീഷുകാരെയൊക്കെ എടുത്ത് കളഞ്ഞ ഇപ്പം കൂടുതൽ ഇന്ത്യക്കാരെ അതിന്റെ അകത്ത്. റോക്ക് സ്റ്റാറിൽ ഒത്തിരി ഇന്ത്യക്കാരുണ്ട്, മലയാളികൾ പ്രത്യേകിച്ച്. അതാ പറഞ്ഞ ഹലോ എല്ലാരും ഒന്ന് റേഡിയോ കയറോ? റുപ്പീസ് ആണോ? അല്ല, 2 ബില്യൺ USD. 2 ബില്യൺ USD ആണ്. പറയടാ. കേക്കാവല്ലോ അണ്ണാ, എനിക്ക് സിറ്റി കയറാൻ കുറച്ച് ഡിലേ ആവും, അതുകൊണ്ട് മന്ദാരായിരിക്കും ലീഡ് ചെയ്യണം മൊത്തത്തിൽ. ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ട് ലീഡ് ചെയ്യും. ഓക്കെ, എല്ലാരും ഒന്ന് റേഡിയോ കയറാ. റേഡിയോ ചെയ്തോ? അവൻ അനുസരിച്ചിട്ട് വന്നാ മതി കേട്ടാ. എടാ 2 ബില്യൺ USD ഇന്ത്യൻ റുപ്പി എത്ര വരും? 16,000 കോടിയോ 18,000 കോടിയോ? 9 × 2 18. 93 രൂപ എന്തോ ഇല്ലേ ഡോളറിന് ഇപ്പൊ? 93 രൂപ 92 93 രൂപ 50 പൈസ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. 83 റെഡി. പാസ്വേഡ് 83 പാസ്വേഡ് ഉണ്ടെന്ന് പറയുന്നത്. പാസ്വേഡ് എന്താ? 123 പാസ്വേഡ് ഒക്കെ ഇട്ടാ നിയർ ടു 19,000 കോടി ഗൈസ്. 19,000 കോടി. പറയടാ. ഞങ്ങളെല്ലാം VC സംസാരിക്കാം. VC-ല് 19,000 കോടി. 19,000 കോടി. ഹലോ അളിയ, എവിടെയല്ലേ സിറ്റിയില്? കാണുന്നില്ലല്ലോ. VC നമ്മളെല്ലാം VC-ലാണ്. എത്ര പ്രൊഡ്യൂസർമാരുണ്ടാവൂടാ ഇതിന്? ടേക്ക് ടു ആണ് മെയിൻ ഇത്. അതിന്റെ അകത്ത് ഇൻവെസ്റ്റേഴ്സ് കുറെ ഉണ്ട്. കോക്കിന് ഷെയർ ഉണ്ടല്ലോ അതിനകത്ത്. പൈസ നിർത്തി ഇന്ന് ഞാൻ പോയത്. സുഖമല്ലേ? സുഖമാണ്. ഒരു ടിപ്പ് വരാം. ഒരു ഷെയർ ഉണ്ടെങ്കിലാ അതല്ലേ വേണ്ട. ഇനി നമ്മൾ ഇനി ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞോണ്ട് ഇതാക്കും. വേണ്ട. Z30 മറന്നു വന്ന് എന്റെ പൊന്നു മച്ചാന്. അതാരാ നോക്കിയേ? എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനാ. വന്നത് ഇപ്പോഴാണോ? അടി കാണാൻ വേണ്ടി മാത്രം ചാനൽ തുറക്കുന്ന നിന്നെ എന്ത് പറയാൻ? പരിപാടി 0 ഡിലേ പണിതുകൊണ്ട് 2 ദിവസം ഡിലേ ആയി. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. കേക്കാം. ഞാൻ കിടന്നു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ അവിടെ വെച്ച് ആരോ എന്റെ ഊരിക്കൊണ്ട് വേണ കൈ കിടന്ന്. എന്ത് വള ഊരിക്കൊണ്ട് എന്റെ ജട്ടി വരെ കൊണ്ടുപോയി. എന്റെ ജട്ടി വരെ. ഒരുത്തനെ ഇനി എന്റെ വീട്ടിനകത്ത് ഞാൻ കേട്ടില്ല. വീട്ടിനകത്ത് അണ്ണാ അത് പറഞ്ഞപ്പോഴാട്ടോ ഒരു ചാർജറും 2 സെറ്റ് ഡ്രസ്സും. ഓ, അപ്പൊ ഡെപ്പോസിറ്റും ചെയ്തിട്ടാ വന്നത് കുറെ പേര്. ഒരുത്തന്റെ അടുത്ത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവൻ എടാ വാ, നമുക്ക് സിറ്റിക്കകത്ത് കയറാം. സിറ്റിക്കകത്ത് കയറാം. ജസ്റ്റ് ഇമാജിൻ ദ ഗ്രാഫിക്സ്. എടാ പക്ഷെ ഞാൻ എവിടെ വിഷമോന്നറിയോ ഗൈസ്? എനിക്ക് ഞാൻ ഇത്രയും വലിയ സ്പെക്ക് ബിൽഡ് ചെയ്ത് വെച്ചത് പോലും ഇത് ഇവിടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ PC-യിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. കണ്ട മനസ്സിലായ? അവിടെയാണ് എനിക്ക് വിഷമം. ഇനി PC-യിൽ വരുമ്പോഴത്തേക്കിന് 6090 ഒക്കെ ഇറങ്ങും. അപ്പൊ അത് മേടിക്കാൻ ആകുമോ? അതിന് ആ കാർഡിന് മാത്രമായിരിക്കും 10 ലക്ഷം രൂപ. വൈറസ് കുറയ്ക്കാനാണ്. അറിയാം. പക്ഷേ നമ്മൾ PC ഗെയിമേഴ്സിനൊരു ഒരു വിഷമം ഉണ്ടല്ലോ. ഞാനൊരു എന്താ പറയുക, PlayStation അങ്ങനത്തെ കൺസോൾ ഒന്നും കളിക്കാത്ത ഒരാളാണ്. കളിക്കും വീട്ടിൽ എല്ലാവരും കസിൻസ് ഒക്കെ ആയിട്ട് ചുമ്മാ ഇരുന്ന് മോട്ടൽ കോമ്പാക്റ്റും മറ്റേ അങ്ങനത്തെ പിന്നെ ചെറിയ സ്റ്റോറി മോഡ്സ് ഒക്കെ കളിച്ചിട്ടുള്ളൂ. ഞാൻ ഇത് ഇങ്ങനത്തെ എനിക്ക് അതിനകത്ത് എയിം ചെയ്ത് വെടിവെക്കാൻ അറിഞ്ഞൂടാ. കേട്ടില്ല. റേഡിയോയിലുണ്ട്. കാർലോ ഹലോ. എവിടെ? അപ്പാപ്പ പിന്നെ പോയാലോ?
എന്താ സെറ്റപ്പ് ഇത് അപ്പൊ എന്നാലും മെയിൻ സെർവറിൽ എന്റെ ഒരു ഫോട്ടോ വെച്ചില്ലല്ലോ അപ്പൊ ബർത്ത്ഡേയുടെ അന്ന് ആര് പറഞ്ഞു വെച്ചില്ലെന്ന് വെച്ചായിരുന്നോ വാസു സിറ്റി കയറാത്തോണ്ടാ ഉണ്ടായിരുന്നു എന്റെ പോസ്റ്റർ പിന്നെ ലോഡിംഗ് സ്ക്രീൻ വരെ വാസു നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നു ശരിക്കും ഓ കള്ളനാണ് ഇവിടെ തൽക്കാലം എല്ലാരും നോ പറയണേ കള്ളം പറയൂല ചേട്ടാ 53 പാസ്വേഡ് നമുക്ക് ഇനി വേണ്ട ഇന്ന് ജോക്കി പറഞ്ഞു വെക്കാം ഇന്ന് ജോക്കി ബർത്ത്ഡേ അല്ലേ അതെ ജോക്കിയുടെ വെച്ച് കളയാം അപ്പൊ ഈ BMW അല്ല ഇവന്മാര് BM ബ്ലാക്ക് മാഫിയുടെ കയ്യിന്ന് ആ ഹെലികോപ്റ്റർ എനിക്ക് മേടിച്ചു തരണം വാസുമോനെ ഇതെന്താ ഇതിനേക്കാളും നല്ല ഒരെണ്ണം തന്നാ പോരെ അപ്പൊ എനിക്ക് ഇത് വേണം വാസുമോനെ ഇതിനെക്കാട്ടിലും കിടുക്കൻ ഒരു സാധനമൊക്കെ തരാം എനിക്ക് ബർത്ത്ഡേ വിഷയമായിട്ട് അപ്പാപ്പൻ ബർത്ത്ഡേക്ക് എനിക്ക് ആ ഇത് തന്നാ മതി ഹെലി എനിക്ക് വാസുമ അതിപ്പോ സ്പോണാക്കി തരും എന്താ വണ്ടി ഇപ്പൊ സ്പോണാക്കും ഞാൻ വേറെ കാര്യം പറയട്ടെ മാറിക്കോ ഇന്ന് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും വണ്ടിയോ ബെറ്റിക്കോട്ടോ മറ്റേ ഇതുവല്ലം തരുവാണെങ്കിൽ അത് എനിക്ക് തരണം ഇപ്പഴേ ഞാൻ പറയുവാണെ അത് എനിക്ക് തരണം അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കി സെർവർ ഡീഗ്രേഡ് ഒക്കെ ചെയ്ത് നാശമാക്കി ഞാൻ ഇവിടെ ഇറങ്ങും ഉറപ്പായിട്ടും തന്നിരിക്കും ഇന്ന് വാസുമോൻ അത് തന്ന് വാസുമോൻ എന്നിട്ട് സിറ്റി ഇറങ്ങിയാൽ മതി അങ്ങനല്ല മെയിൻ സിറ്റിയിൽ എനിക്ക് വേണം മെയിൻ സിറ്റി നമുക്ക് കേട്ടപ്പോ ഞാൻ തന്നിരിക്കും വാസുമോനെ പോരെ അത് മതി വാസു 2 സ്റ്റെപ്പ് തകർന്ന് നിൽക്കും അപ്പാപ്പ ഇതിങ്ങനെ സ്പോൺ ചെയ്ത് വരാൻ ആർക്കാ അപ്പാപ്പ പറ്റാത്ത ഇവിടെ അല്ലല്ലോ വാസുമോന് വേണ്ട അവിടെ അല്ലേ അവിടെ തന്നാ പോരെ അപ്പാപ്പ ഒന്ന് മാറി ഞാൻ ഓടിക്കട്ടെ ഇത് എത്ര ഇതുണ്ട് അതുപോലെ വ്ളോഗിൽ അയ്യോ എന്റെ അമ്മോ ഈ വട്ടത്തെ വ്ളോഗിന്റെ ഫീഡ്ബാക്ക് എനിക്ക് എന്റെ ഇൻബോക്സും കമന്റ് ബോക്സും അതിന്റെ കമന്റ് ബോക്സും എല്ലാം നിറഞ്ഞ് വ്ളോഗിന്റെ ഫീഡ്ബാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഈ വട്ടത്തെ വ്ളോഗ് അപ്പൊ താങ്ക് യു സോ മച്ച് ഞാൻ പറയില്ല ഈ വ്ളോഗ് ഞാൻ അങ്ങനെ വ്യൂസ് അങ്ങനെ നോക്കിയല്ല ചെയ്യുന്നത് ഞാൻ ഒരു മന്ത്ലി വൺസ് ഒക്കെ ഇടാം ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാം കുറെ പേര് എനിക്ക് നല്ല കുറെ അഭിപ്രായം നല്ല ഫീഡ്ബാക്ക് തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറയാലോ സത്യം കുറെ നല്ല ഫീഡ്ബാക്ക് എന്താടാ അണ്ണൻ വണ്ടിക്കകത്തുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കും എടാ എഡിറ്റ് ചെയ്തത് ഇവനല്ലേ എന്താ എഡിറ്റ് ചെയ്തത് ഷൗട്ടെക്സ് അല്ല ഇത് എന്തൊരു വൃത്തികെട്ട ഇതാടാ ഇത് ഭയങ്കര സ്പീഡിലാടാ ഫെയിൽ ആവല്ലേ ഫെയിൽ ആയടാ എനിക്ക് ഫെയിൽ ആയി അതുകൊണ്ട് വേറെ എടാ നീ എന്തിനാ ഓടിക്കണേ അണ്ണന് ഫെയിൽ ആയില്ലേ അല്ല അണ്ണന്റെ ഫെയിൽ ആയില്ലേ അതത് വണ്ടി ഗോഡ്വെയർ ചെയ്തിട്ട് ഗീതാ ആർപ്പി നോക്കണ പാവുന്നുണ്ടാ വരട്ടെ എല്ലാരും വരുന്നതേ ഉള്ളൂ ഇല്ലാവ് റിഫ്ലക്സ് ഇല്ല അണ്ണാ എനിക്കത് പറ്റൂലടാ പെട്ടെന്ന് ഈ ഹോട്ട്വെയർ എനിക്ക് എന്തോ പോലെയാ എനിക്ക് എന്തോ പെട്ടെന്ന് ഇതാവുന്നില്ല കാറിലോ എവിടേക്കുന്ന വന്നല്ലോ ഞാൻ എങ്ങോട്ടാ വരണ്ടേ ഹലോ വിജയ് കാർലോ ഇത് ഞാൻ അറിയാത്ത പരിപാടിയാണ് ഞാൻ അതുകൊണ്ടാണ് അതെ ഒരു കാര്യം ചെയ്യ്. വാസുമോനെ ഇപ്പൊ ഹെലി എടുക്കാം വാസുമോനെ അതിനെതിൽ കയറണേ ഓക്കെ ജീവിതി കളഞ്ഞല്ലോ ഹെലി ഞാൻ ഡ്രാഗ് ചെയ്തോളൂ നിങ്ങ ഒന്ന് ചില്ലാളിയാ ഓക്കെ എല്ലാരും ചില്ലാവേ കുറെ നേരിട്ട് വിളിക്കുന്നു ഞാൻ കണ്ടില്ല അണ്ണാ അണ്ണാ ഞാൻ നിക്കണം നോക്ക് എന്നിട്ട് നേരെ നോക്ക് ഞാൻ നിക്കണതിന്റെ നേരെ അങ്ങോട്ടാ നോക്കുന്നത് നിങ്ങള് നേരെ അങ്ങോട്ടാണ് നോക്കുന്നത് അണ്ണാ നേരെ ഹലോ അതന്നെ ഹലോ ദർശന ദർശന ഇവിടെ ഇല്ലടാ
അണ്ണനുണ്ടല്ലോ. നീ മറ്റേ പൂണ്ടിരാജ ഇട്ടോട്ട് വന്നോ തിരിച്ചു വീണ്ടും? കാട്ടി ചാപ്പി ചാപ്പി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ട പരിപാടിയാ. ഒരു ബസ് സ്പോണി നമുക്ക് ബസ് കയറുന്ന അപ്പൊ അവിടെ കൊണ്ട് അപ്പൊ ഇത് എങ്ങോട്ടാ പോകണ്ടേ ഞാൻ? വാസുമോൻ ഞാൻ ഒരു ഹെലി എടുക്കാം. എന്നെ കയറി അടിക്കും. വാസുമോൻ അതില് ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിക്കോളും. ഓക്കെ ഓക്കെ അപ്പൊ അണ്ണന് ഓർഡറി അറിയത്തില്ലല്ലോ. ചന്ദ്രനാണെന്ന് തോന്നിട്ട് ഹെലി ഓടിക്കണം മാറിക്കോടണ്ട ചിലപ്പോ തലയിലൊന്നും വീഴാൻ ചാൻസ് ഉണ്ട്. മരിച്ച് ഒരു പയ്യൻ മരിച്ച്. എന്തൊക്കെ കാണണം ഇവിടെ. ചന്ദ്രനെ കാണിക്കുന്നത് വാസുമോനെ നമുക്ക് പോയാലോ എന്നാ? ഇല്ല വേറെ കേട്ട് ത്രീ സീറ്റർ ആണ്, അതാണ് പ്രശ്നം. 3 സീറ്ററാ. ഇതിന് 3 സീറ്റേ ഉള്ളോ? അല്ലല്ലോ 4 സീറ്റ്. ഇതാരാ വെടിവെക്കുന്നേ? ഇത് ആരടാ വെടി വെക്കുന്നേടാ? എടാ അലമ്പാത വാടാ. ലീഫ് കറങ്ങുന്ന നോക്കോ. നൈസ് അല്ലേ, നോക്ക് ഇത് കണ്ടോ. ബ്ലേഡ് പോലെ അതുപോലെ. അപ്പൊ അവിടെ ആരോ രണ്ടുപേരും ചത്തുന്നു, അവരെ ഒന്ന് പൊക്കി. എല്ലാം റെഡി ആയിക്കോളും കേട്ടോ. ഓക്കെ ഇഷ്ടംപോലെ ഹെലിപാഡ് ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഹെലിപാഡ് ഉണ്ടല്ലോ. എല്ലാം ഒന്ന് റെഡി ആവട്ടെ, എല്ലാം ഒന്ന് ഓടാവട്ടെ. 24 hours ഞാൻ ഇനി ചാറ്റ് നോക്കിക്കൊണ്ടിരുന്ന RP ഫ്ലോ പോകും. അപ്പം കുറച്ചു നേരം ഞാൻ ഇതില് കോൺസെൻട്രേറ്റ് ചെയ്യും. കടലിലെന്താ വീണാലോ? ആര്? ഞാൻ ഇവിടെ ഉണ്ട്. എൻട്രി അടിക്കുന്നു. അതെന്താ ഹോളോഗ്രാം? അതെന്ത് സാധനം ഇത്? പാട്ടുണ്ട്. പാട്ടുണ്ട്, എനിക്ക് പാട്ട് കേൾക്കുന്നില്ല. പാട്ടുണ്ടോ? അപ്പൊ കുറച്ചെത്തിക്ക് ഇല്ല, പാട്ട് കേൾക്കുന്നില്ല. കേൾക്കാലോ. എനിക്ക് കേൾക്കുന്നു. കണ്ണന്റെ intro. എടാ ഞാൻ ഇങ്ങോട്ടെത്തി. ചെറുതായി കേക്കാട്ടാ. ഇല്ലടാ എനിക്കില്ല. ഉണ്ട്. ഒരു കരഞ്ഞു കേട്ടാ. പരുന്തിന്റെ കരഞ്ഞു കേട്ടേ. ഇതാണോ ചെറിയ പരിപാടി പറഞ്ഞത്? പരിപാടി ചെറുതല്ലേ, ചെറിയ ഐലൻഡ് നടത്തുന്നോണ്ടായിരിക്കും കേട്ടാ. ആരെ വളർത്തില്ലാണ്ട് കറക്റ്റ് സെന്റർ നിനക്ക്. എനിക്ക് തോന്നുന്നു കേറി ചെല്ലരുതെന്ന് തോന്നിട്ടാ. എടാ ഞാൻ കേറി ചെല്ലാൻ അവിടെ നിക്കണോ? ബാക്കിൽ ആരോ ക്ലാസ്സിലുണ്ട്, ഒരാൾ വെള്ളത്തിൽ പോയി. സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കണ്ടന്റ് വേണ്ടിട്ട്. അതെന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരിക്കണ സാധനമാണ്. അണ്ണാ ഇനി ഞാൻ മൈൻഡ് ചെയ്യില്ല, എന്നെ മൈൻഡ് ചെയ്യട്ടെ. ദർശന ഹലോ, കേക്കാവോ? താങ്ക് യു സോ മച്ച്. ഇന്ന് ജോക്കാണ് വേണ്ടിയാണ് ബർത്ത്ഡേ. ജോക്കിയുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ. വരാനുള്ള ഒരു സൗകര്യത്തിലല്ല പുള്ളി, അതാണ്. ഞാനും ബർത്ത്ഡേ ദിവസം കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാനന്ന് തിരക്കിലായിരുന്നു. വേറെ നമ്മളെ ഗ്യാങ് ആണല്ലോ പ്രയോറിറ്റി. അപ്പൊ ഗ്യാങ്ങിൽ ഇവന്മാരുടെ കൂടെ ഒരു ചെറിയ സെലിബ്രേഷനിലായിരുന്നു. എടാ പുറത്തല്ലോ, പുറത്തെ കാര്യമൊന്നും നമ്മള് പാർട്ടി ചെയ്തല്ലോ. നീ വരാൻ നിന്റെ പ്രയോറിറ്റി എത്രേ ഉള്ളൂ. അപ്പൊ അവരെല്ലാരും മൊട്ട
അപ്പൊ അതിനകത്തായി പോയി അതുകൊണ്ടാണ് വരാൻ പ്രശ്നം. എങ്ങനെ പോണ ദർശനം? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കൊടുത്ത് അപ്പൊ നമുക്ക് അകത്ത് പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നുകിൽ ഈ പരിപാടി നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇവന്മാരുടെ എല്ലാവരോടും ഒന്ന് ചിട്ടായിട്ടൊന്ന് വരാൻ പറ്റും. എടാ എല്ലാരും നലമ്പാ ചന്ദ്ര, നലമ്പാ നിക്കടാ ചന്ദ്ര. എല്ലാരും നലമ്പാ നിന്നടാ. ഞാനൊരു കാര്യം നിന്നോടൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കഷ്ടപ്പാടാണ് ഇവിടെ വന്ന് അലമ്പാനുള്ള പരിപാടിയാണെങ്കിൽ അടുത്ത അലമ്പുന്നവരെ ഉള്ള കാര്യം ഞാൻ പറയാം. അണ്ണാ ഞാൻ റേഡിയോയിലില്ല, ഞാൻ കേട്ടില്ല. ചന്ദ്രനാണ് വാസുവിന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും? അപ്പൊ നമുക്ക് നീക്കാനുള്ള പിള്ളേരെ കാർലപ്പൻ കക്കാശി നിന്നെ തിരിച്ചറിയാൻ തുടങ്ങി കേട്ടോ, നിന്നെ മനസ്സിലായിരിക്കും. നിന്റെ ബർത്ത്ഡേ വാസുണ്ടല്ലേ? എടാ അവരല്ലടാ ലീഡ് ചെയ്തത്. തിരിച്ച് രണ്ടെണ്ണം പറയടാ മന്ദാര, നിന്നെ ഒന്നും കളയൊന്നുമില്ല. തിരിച്ച് നല്ല വിളി വിളി. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. ഈഗിൾ ഗെയിമിംഗ് ആര് വസണ? ഒരു സ്ട്രീമർ പയ്യനാണ്. അവനാര് അറിയാവുന്ന ചെറുക്കനാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാലോ? ഇതെന്ത് ലോഡായില്ല? മൊത്തം പൊള്ളയാണല്ലോ. പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ്, പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ്, ലോഡാവും. വാസുമോൻ നടന്ന വാസുമോനെ കാണാത്തവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. സ്ക്രീനിന് മാത്രം എഴുതി കാണിക്കണം. ഒരു മിനിറ്റ് എല്ലാരും ഒരു 2 മിനിറ്റ് കൊടുക്കും. ഇത് കൊള്ള ഞാൻ പുറത്താ. താങ്ക്യൂടാ എല്ലാവർക്കും താങ്ക്യൂ. നമുക്ക് പാറ്റിന്റെ പഴയ സർവറിൽ പോലും അതിന്റെ ലോഡ് സ്ക്രീനിൽ പോലും ഇത്ര നല്ല ഇതില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അലക്സ് താഴെ അപ്പൊ വാസുമോനെ വാസുമോനെ 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് 30 ആണത്. ഇല്ല 29. അതല്ലേ? അതാ 29. അപ്പൊ അങ്ങനെ എല്ലാരും വാസുമോനെ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോന് ജന്മദിനത്തിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ പുറത്ത് കുറച്ച് അധികം എല്ലാവരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ വർഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പൊ സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിഷമമായിട്ടില്ലായിരുന്നു. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോൾ ഡബിൾ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
അപ്പൊ വാസുവിനെ കേക്ക് മുറിക്കാൻ അഥവാ ചന്ദ്ര പറ എന്താണ് നിനക്ക് പറയാനുള്ളത്? ചന്ദ്ര വാതിറക്കല്ലേ. 24-ാം വയസ്സിൽ നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. ഈ ഒരു സൂര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. ആരോഗ്യ സൗഖ്യം സൗഖ്യം രണ്ട് വാക്ക് വാസുവിനെ പറ്റി. കാരണം രണ്ട് വാക്ക് പിടിച്ചേ. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29-ാം വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ അടിക്കാൻ പറ്റില്ല. കണ്ണാക്കോ. അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കടന്നു വരിക. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം നമ്മുടെ എല്ലാവരുടെയും ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യൽ വേറെ സാധനം കൂടെ തരാൻ പറഞ്ഞു. ഒരു സെക്കൻഡ്. ഉമ്മയാണോ? രായൻ വാസുമോന് ലിപ് കിസ് അടിക്കുന്ന ചെല്ലക്ക് വെറുതെ ആയിട്ട് അത്ര ഉള്ളു. തിരിച്ചുമ്മയില്ലേ വാസുമോൻ? പിന്നെ അടുത്ത ഡയലോഗ്. അണ്ണാ, എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. കൂടുതലല്ലേ എൻ ചക്കര അണ്ണ. ഇത് രായൻ വാസുമോന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കവിത എഴുതിയോ? ഇതൊക്കെ രായന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് പാപം. അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. ഓക്കെ വാസുമോനെ, ഞാന് വാസുമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ രണ്ടുപേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസുമോനെ അറിയാനിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്നെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവൂ വാസുമോൻ. പക്ഷെ അല്ല, ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് അച്ഛനെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഇനി വാസുമോന് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ വാസുമോനെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
എടാ, ചില അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്ത കേട്ടോ നമ്മ ചൂണ്ടി കാണിക്കണം. അതെ അപ്പോ 1000 നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു കീയോട് സ്ലോട്ട് ചെയ്ത് മാറ്റാൻ സമയം കേട്ടോ അടുത്ത ആഴ്ച. ഇനി പേഴ്സണൽ ആണ് വാസു. അല്ല വാസു, ഇനി കൊറേ വർഷങ്ങളായില്ലേ, ഇനി മാരൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി നമ്മുടെ ബോബ് 2 വാക്ക് സംസാരിക്കുന്നുണ്ട് കുറിച്ച്. എല്ലാരും പറയണേ ആ ഗോകുവിന്റെ മോൻ കണ്ടിട്ട് ഇത് വില്ലൻ ബ്രോ അല്ലേ. നമുക്ക് വേറെ ആർക്കെങ്കിലും പറ ബോബ് സാർ. ഇന്നിവിടെ 29ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അണ്ണന് ഇതിന് 200 വർഷം കൂടെ അണ്ണൻ ആരോഗ്യ സൗഖ്യത്തോടെ ഞാൻ പറഞ്ഞു നീ കേട്ടില്ല. വേണ്ടി വാസമ്മനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കെവിയുടെ സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയല്ലോ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഇറ്റ്മാനെ. താങ്ക് യു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിന് സന്തോഷം. എന്തൊക്കെ വിളിച്ചു അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കൊള്ളാവുന്നതല്ല. ചെറിയ കേസല്ലേ. അപ്പൊ നമുക്കെന്താ കേക്ക് മുറിച്ചാലോ വാസവനെ? കേക്ക് മുറിക്കാം. വാസവനെ ഇവിടെ കേക്കിലോട്ട് അണ്ണാ കേക്ക് ചന്ദ്രൻ ഫസ്റ്റ്. ചന്ദ്ര കിട്ടിയോ? കിട്ടിയോ? സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. കിട്ടുന്നില്ല. നീ അവിടെ അടുത്തൊന്ന് വെയിറ്റ്. കണ്ണു വെച്ച് നോക്കിയാ കേക്കില് സ്ലൈസ് കേക്ക് കൊതി. ഹലോ എടാ നിങ്ങളെല്ലാരും കണ്ണുവെച്ച് നോക്കിക്കോ. കണ്ണുവെച്ച് ഇത് ലൈഫ് ഉള്ളവോ? ഒരു കേക്ക് ബോബുട്ട എടുത്തോ. അവിടുന്നേ കിട്ടിയില്ല എടുത്തോ. താങ്ക് യു. ഓക്കെ കാർലോ കഴിച്ചു. വാസവന് എന്റെ വക വലുതായിട്ട് ഷുഗറാണ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഉമ്മയാണ് ഹാപ്പി അടുത്ത സ്ഥലത്തോട്ട് പോവാം. എങ്ങോട്ട് എങ്ങോട്ട് അങ്ങോട്ടോ നേരെ ബാബു ഇല്ല കേസ് ബാബു വന്നില്ല. അവൻ കുറച്ച് അവന്റെ അച്ഛന് ഇതൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് അവൻ കുറച്ച് ബിസി ഷെഡ്യൂളിൽ അവനങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. എന്നിട്ട് പോലും അവൻ ബർത്ത്ഡേക്ക് ഓടി ഇവിടെ വന്നു എന്റെ വീട്ടില്. ഈ ഗെയിമിനകത്ത് വന്നില്ലെങ്കിലും റിയൽ ലൈഫിൽ അവൻ ഓടി വന്നതാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അവൻ വരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ, എനിക്ക് ഉറപ്പാ. വാസുമോനെ ഇനി വാസുമോന് വേണ്ടി വാസുമോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹ സമ്മാനങ്ങളാണ് ഇത് മേടിക്കും. എല്ലാരും ഒന്ന് സൈലന്റ് ആണോടാ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിലാണോ അത്? ഇത് വാസുമോന് വേണ്ടി മനാഫ്ബറോയുടെ ഗിഫ്റ്റ് ആണ്. സ്നേഹസമ്മാനം. ഇതൊക്കെ എന്തൊക്കെ താനം കിടില സൗണ്ട്. ഇതെല്ലാം എനിക്ക് സിറ്റി അപ്പാപ്പ, ഇതെല്ലാം എനിക്ക് സിറ്റി തരണേ അപ്പാപ്പ. അപ്പാപ്പ അപ്പാപ്പ ഇതൊന്ന് സിറ്റി തരണേ ഇതൊക്കെ എനിക്ക്. പിന്നെ വാസുമോൻ അല്ലാതെ വേറെ ആർക്ക് തരാനോ? ഒരു ടിക്കറ്റ് വലിച്ചിട്ട് കസ്റ്റം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ടിക്കറ്റ് വലിക്കണം വാസുമോൻ? ഒരു അപ്പാപ്പ ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പാപ്പ, ഒന്ന് താ അപ്പാപ്പ അതിനകത്ത്. പിന്നെ അല്ല നാളെ സാധനം ഇതെല്ലാം റെഡിയാണ് വാസുമോനെ. മനാബ്രോ താങ്ക് യു സോ മച്ച്. മനാബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് മനാബ്രോ. അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ ഇത്. ഇന്റീരിയർ നല്ല രസമുണ്ട് കേട്ടാ. ഉണ്ടാ FPP ഓടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ മനാഫ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ്. താങ്ക് യു സോ മച്ച് മനാഫ് ബ്രോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാം അപ്പാപ്പ എനിക്ക് ചെയ്താ എനിക്ക് പുറത്തോട്ട് ഓടിക്കുന്ന കേട്ടോ. വാസുമോനെ സൂക്ഷിച്ചോടിക്കണം. ഇല്ല 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 പുറത്തോട്ട് ഓടിക്കാം. ഇവിടെ കിക്കാവും, വീഡിയോ കിക്കാവും, വീഡിയോ കിക്കാവും. ഇല്ല ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറി ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള മാറി നിക്കണേ. പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിക്കണേ. ഇവിടെ സീൻ സൗണ്ട് അല്ല വിഷയമുണ്ട്. കിട്ടില്ല ഓ FPP മുട്ടുണ്ട് ഡീറ്റെയിലിംഗ്. നമുക്കപ്പം അടുത്ത വാസുമന്റെ സമ്മാനത്തിലോട്ട് കടന്നാലോ? ഓക്കെ സമ്മാനാണോ? അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. അടുത്തത് റെഡി അല്ലേ? ഇത് അമ്പത്തൂരിന്റെ വക. ഇത് ഓൾറെഡി സെറ്റ് ആണ് കേട്ടോ അല്ലേ? അപ്പൊ ഇതാണ് ഇത്രയും നാള് ഞാൻ ഇവിടെ സിറ്റിക്കകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം. എന്റെ അമ്മോ ഗൈസ്, ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ ആ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും പോവാൻ റോയൽ ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പാപ്പ ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ഇൻഗെയിം വണ്ടിയാ. ഇത് ശരിക്കും ഇത് ഇൻഗെയിം വണ്ടി പണിത് ഇങ്ങനെ ആക്കിയതാ. ഇത് ഇൻഗെയിം വണ്ടിയാണ്. ഇത് ഇൻഗെയിം വണ്ടി മോഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാ. നിക്കോബ്രോ ആണ് ഇത് ചെയ്തത്. പിന്നെ അങ്ങനെ പണ്ടേ പുലിയല്ലേ? ഓ ഇത് അല്ലാതെ കാണണം. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് വെളി കാണണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൂസിഫറിലൊക്കെ പോലെ അങ്ങനത്തെ ഒരു വണ്ടിയെ
ഇത് കണ്ടോ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ നിങ്ങള് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നിക്കോറോ അടുത്ത് പറയണം താങ്ക് യു പറയണം ഓടിക്കാൻ പറ്റുമോ ഇത്? ഓ പിന്നെ ഇത് ഇന്ത്യൻ വണ്ടിയാടാ ഇത് ഇപ്പൊ എനിക്ക് ആക്കിയല്ലേ അല്ലല്ല ഈ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് ഇന്ത്യ വണ്ടി കളർ പോരുന്ന ബ്രോ ഇത് അല്ലാതെ കണ്ടു നോക്ക് ഇത് വെളിയില് വെളിയിൽ കണ്ടു നോക്ക് ബ്രോ ഇത് സിറ്റിക്കകത്ത് ഈ ലൈറ്റ് വാസുവിന് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വാസുവിനെ ഇങ്ങോട്ട് മാറ്റേ കൂടി ഇതോ ഇങ്ങോട്ട് ലോസ്റ്റ് ആയി വാസുവിനെ വിളിച്ച എല്ലാരും വരും ഇത് വാസുവിനെ അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടി വാസുവിന് ഹാപ്പി ആയില്ലേ പിന്നെ സന്തോഷായില്ലേ പിന്നെ സിറ്റിയിൽ ഇനി എന്താ വേണം 2 പുതിയ വണ്ടികൾ അതും ഒന്നിനൊന്നിനും വെച്ച യുണീക്ക് ഐറ്റം അപ്പാപ്പന്റെ വക ഒന്നും ഇല്ലല്ലേ വാസുവിനെ എന്നെ സങ്കടപ്പെടുത്തി വാസുവിനെ അതാ ഞാനൊരു സർവർ എഴുത്തതില്ലേ വാസുവിനെ എന്താണ് ചോദ്യം ചോദിച്ചേ അത് ശരിയാട്ടാ നമുക്കെന്താ അടുത്തടുത്തോട്ട് പോയാലോ ഇവിടെയാണോ ഓ ഇവിടെയാണല്ലേ ഏതാ ഗിഫ്റ്റ് ഇതാണോ അതാണോ അല്ല കാറാ കണ്ടാലേ അറിയില്ലേ കാറാണ് അപ്പാപ്പ ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ വർഷവും ഇതന്നെ കാണിച്ച് കൊതിപ്പിക്കും എനിക്കിത് സിറ്റി തരണം ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് തരണമെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞത്. അതെ താങ്ക് യു സോ മച്ച് ദർശന, താങ്ക് യു. സിറ്റി തരണം. ഈ വണ്ടി കിട്ടത്തില്ല. ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഇത് ഡിവാറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ദർശന പിന്നെ എന്തിനാ ദർശന ഇതെന്നെ കാണിച്ചതാക്കിയത്? അതായത് വാസവനെ ഈ സാധനം തരും. എന്താ പറഞ്ഞ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നമ്മുടെ സെർവറിനകത്ത് ഈ ഒറിജിനൽ വണ്ടിയുടെ ഇത് ലോഗോയും ബാക്കി സാധനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. സെറ്റാക്കിട്ട് പറയണേ. എന്നാ ഞാൻ പറയട്ടെ. അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അവര് അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവോ? പറയട്ടെ ഒരു കാര്യം ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോവോ? ഞാൻ മാറുന്ന കാര്യമോ? മനസ്സിലായില്ലേ? അപ്പാപ്പന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് പരിപാടി നടന്നിട്ടില്ല. നേരെ തിരിച്ചു പോകുമ്പോ അവരൊരു ട്രക്ക് ഉണ്ട്, അത് അപ്പാപ്പനുള്ള അത് നേരെ തിരിച്ചു പോകും. നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകുമ്പോ അവരുണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സ്ഥലത്ത് മാറ്റി തലയുടെ മേലെ അപ്പാപ്പൻ അവിടെ വന്നേ. അതൊന്നും കൊടുക്ക. ഇവിടെ ഇമോട്ടില്ല, ഇവിടെ ഇമോട്ട് മെനു ഇല്ല. തിരിച്ചു വന്നേട്ടാ, ഞാൻ കണ്ടേ. കാർലോ ബർത്ത്ഡേ എന്നാ? ഇപ്പൊ എത്രയായി? എനിക്ക് 28. 6 മാസോടെ ഉണ്ട്. പെട്ടെന്നാവും, പ്രാർത്ഥിക്കാം. കിടക്കണം നമ്മളെ. ഈ വണ്ടിയെല്ലാം കിട്ടുന്നു പറഞ്ഞു ഉറപ്പ് വന്നോ? ഈ വണ്ടി കിട്ടൂല, ഇതിനു മുമ്പ് കിട്ടിയ 2 വണ്ടി കിട്ടും. അതെ മറ്റേ ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പാപ്പ ഈ വട്ടം ഞാൻ ഇത് മേടിച്ചെടുക്കാതെ ഞാൻ കളിക്കൂല. അല്ല വാസുവാന ഒരു കാര്യം, കാരണം 2 പേർക്കും ഏതൊക്കെ വണ്ടിയാണോ കിട്ടാത്ത എന്നുള്ള ലിസ്റ്റ് അടിക്കുന്ന
കൊറേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കാറിലൂടെ വണ്ടി അല്ല മാത്രമേ ഈ പഴയതല്ല, സെർവറിൽ ഉണ്ടാവുള്ളൂ. ബർത്ത്ഡേ വണ്ടികൾ ഏതൊക്കെയാ കിട്ടാത്തതല്ല ലിസ്റ്റതാ. മറ്റേ ഇതിന് കിട്ടിയതോ മറ്റേ BM-ന്റെ ഏത് BM? എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കളിക്കാതടാ. ഏത് പിന്നെ? ഈ ഡോറ് അപ്പുറം തുറന്നിനാ മറ്റേ വണ്ടി വന്നു. ആ ഓക്കെ എന്നാ ഓ ഇത് അടച്ച് ദർശനോട് ഒറ്റക്കാണ്. എന്നാ നീ വിളിച്ചോണ്ട് എന്റെ വിശ്വാസം. നോക്കി ഇരുന്നോട്ടോ, വേറെ പെമ്പളരെ കൊണ്ടുപോകും. ദർശന താങ്ക് യു സോ മച്ച്. ദർശന മീൻസ് എ ലോട്ട്. അതൊരു വെറും ഗിഫ്റ്റ് അല്ലല്ലോ വാസവണ്ണ, അത് സത്യം പിന്നെന്താ വേറെന്താ? സ്പെഷ്യൽ അല്ലേ വാസവണ്ണ? അത് എന്താ അങ്ങനെ ഒരു ഒരു മിനിറ്റ് എടാ. അപ്പൊ ഇപ്പൊ കിട്ടി. എന്താ അപ്പ കൂടാ പറയണേ? അപ്പൊ എല്ലാം കേട്ടിട്ട് കേക്കാത്തന്നെ പോണ വാസവണ്ണ എന്റെ എല്ലാരും മിണ്ടായിരിക്കണേ. അപ്പൊ എനിക്ക് വണ്ടികളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അതുപോലെ അപ്പാപ്പന്റെ ഒരു ബർത്ത്ഡേ കുറച്ച് നാൾക്ക് മുമ്പ് കഴിഞ്ഞായിരുന്നു. അന്ന് ഞങ്ങളൊരു പരിപാടി വെച്ചിട്ട് അപ്പാപ്പന് കേറാൻ പറ്റാതെ ഇങ്ങനെ നീണ്ടു പോയതാ. അപ്പൊ അപ്പാപ്പന് ഞങ്ങളെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ കഥ തുറന്നാ കാണാം. ഇത് അപ്പാപ്പന് വേണ്ടി ഞാൻ എന്ത് പാർട്ടി വെച്ചാന്നറിയാ? പണിയൊക്കെ എന്നേ തീർന്നതാ. പിന്നെ എന്തിനാ വാസവൻ ഇത്ര കാലം കാത്തു വെച്ചിരുന്നേ? അപ്പ ഇതേ കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ ഞങ്ങള് ഓരോ ദിവസം മാറി നമ്മൾ അന്ന് മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്താ. ഇതുണ്ടോ സാധനം കണ്ടോ നിങ്ങള്? എടാ നിക്കോബ്രോയുടെ ഡിസൈൻസ് എല്ലാം കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതുണ്ടോ ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ? ഫ്രണ്ടിലോട്ട് എടുക്കല്ലേ വീഡിയോ എന്താ പൊന്നോ, ഇതിന്റെ ഇന്റീരിയർ നീ കാണിച്ചല്ല. വെയിറ്റ് ആ അപ്പൊ ഇത് സാധനം നോക്ക്. ഇന്റീരിയർ വലിയ ഇതില്ല കേട്ടാ, ഡീറ്റെയിലിംഗ് ഇല്ല. ഇത് കണ്ട അപ്പൊ ഇത് കേട്ടോ ഒപ്റ്റിമസ്. ഇത് കണ്ട ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ? ഇത് മറ്റേ ഈ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഉടനെ മറ്റേ റോബോട്ട് ആവും, അറിയാവോ? അതൊന്നും ഇല്ല, അത്രയൊന്നും ഇല്ല. അത്ര ആവത്തില്ല അത്. ഈ ഞെക്കി കഴിഞ്ഞാൽ വാ എങ്ങോട്ടൊക്കെയാ? പുറത്തോട്ടാണോ? എങ്ങോട്ടാ? പാടത്തോട്ടെത്തി നമ്മള് പോയിട്ട്. ഇങ്ങോട്ടാണ് മെല്ലെ നടന്നു പോവാ. എവിടോട്ടാ? എങ്ങോട്ടാ? ഹലോ നെട്ടല്ലേ? എന്താ നിനക്ക് അതിനെ അറിയില്ലല്ലോ? എന്താ ചെറുങ്ങനെ പയ്യെ എടാ ഇത് എല്ലാം ലോഡായോ? വരുമോ? എനിക്ക് ഓരോ ദേശം ലോഡാവും. എനിക്ക് ലോഡായത്. നോക്കടാ ട്രാൻസിറ്റ് നോക്കടാ. കാലികമായി സാങ്കേതിക തകരാർ. 3 കാണുന്നല്ലേ? സാങ്കേതിക തകരാർ വെച്ച് എന്ത് പറ്റിയടാ? അപ്പാപ്പ അവന് ഇതാക്കി വിടും, അകത്ത് കയറ്റുവോ? നീ കേറില്ല. ഒരു ഗ്യാപ്പ്. അപ്പാപ്പ ചന്ദ്രൻ കേറിയില്ല.
ചന്ദ്രൻ കേറിയില്ലേ? ഇല്ല പുറത്തുനിന്ന് അൺലോക്ക് ചെയ്യാൻ ചന്ദ്ര തുറന്നെടുക്കോ, വാ വാ വാ. ആ ചന്ദ്ര ഡ്രാഗ് കൊറേ പേരുണ്ടോ? ഒരാളങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അഡ്മിന് ദർശനയുടെ വണ്ടി ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ബ്രോ? എടുത്തോണ്ട് വരാൻ പറ്റണോ? എടാ അത് പറഞ്ഞാലും മനസ്സിലായില്ലേ ബ്രോ? അത് സിറ്റി കൊണ്ടുവരാൻ കുറച്ച് ടാസ്ക് ഉണ്ടറാ. ഞാൻ ദർശന വണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൊത്തം നടക്കാൻ പറ്റുമോ? വണ്ടിയില്ലേ വലിയ പുറത്തോട്ട് ആദ്യമായിട്ട് അടുത്ത സ്റ്റേജ് എന്റെ പൊന്തിയെങ്കിലും ചെയ്തല്ലോ. എന്റെ ഇത്രയായിട്ട് പൊന്താ പോലെ സാമാനം അടുത്ത സ്റ്റേജിലാണ് പരിപാടി. സ്റ്റേജിലെ പരിപാടി എന്താന്ന് എനിക്ക് നോക്കിയാലോ. നീയാ ശരിയാ. ഓൾറെഡി ഒരു പാട്ട് വൈറലാണ്. നിന്റെ എരണം പാട്ട് കേട്ടപ്പോഴേ നിർത്തി കേട്ടാ. അത് എന്താടാ സൗണ്ട് കുറവാണല്ലോ ഈ പാട്ടിന്. ഇത്ര സൗണ്ടുള്ള സൗണ്ട് ഇല്ല. നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉണ്ടാ? എനിക്ക് സൗണ്ട് സൗണ്ട് ഉണ്ടാ? എനിക്ക് സൗണ്ട് ഇല്ല. ആ സൗണ്ട് ഇല്ലടാ. ഓടിയാണ്ടാടാ എല്ലളിയാ സൗണ്ട് കാണലിയാ. സൗണ്ട് കാണും. എടാ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലാതെ പ്ലേ ചെയ്ത് നോക്ക് സൗണ്ട് ഉണ്ടോന്ന് അറിയാൻ. ഒരു മിനിറ്റ് ചെക്ക് അംശം ഒന്നും കൂടെ അംശം നിന്റെ വായിന്ന് ഒരു അംശം വെളി വന്നേക്കരുത്. ഒരു അംശം, ഒരു തുള്ളി പോലും. എടാ TV vs MRC ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയടാ. അതിന്റെ തുടക്കം ആ പാട്ടുണ്ടല്ലോ നമ്മുടെ. സൈഡിൽ നിന്നും അണ്ണന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഹലോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഒരു കാര്യം പറയാനും കൂടി ഉണ്ട്. അടാ തല്ല് കാണുന്ന എല്ലാരോടും ഈ സംഭവം ഒരു 3-4 ആഴ്ച കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തത്. അപ്പോ ആരോടും ഇത് കണ്ടന്റ് ആക്കിയിട്ട് ഇപ്പൊ തന്നെ ഇടരുത് എന്ന് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പറയാണ്. നേരായിട്ട് ഇത് ഒരു 3-4 ആഴ്ചത്തെ ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്തത്. അതുകൊണ്ട് നാളെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിനു ശേഷം കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ടാബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. പ്ലീസ് ദയവേദ കട്ട് ചെയ്ത് ഇടരുത്. അവന്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സ്കാം മാറ്റാൻ പോയപ്പോ അത് കാണാൻ പറ്റത്തില്ല. സ്കാം മാറ്റി വെക്കാൻ വെയിറ്റ് ചെയ്യും.
மதுரையில நீதான் பெரிய ஆளுன்னு கேள்விப்பட்டேன். பின்ன வயசாச்சுன்னா பெரிய ஆளு தானே. என் பின்னாடி எத்தனை பேர் இருக்காங்க தெரியுமா? பின்னாடி 100 பேர் இருக்கலாம், 1000 பேர் இருக்கலாம். ஆனா ஏன் முன்னாடி ஒரே ஒருத்தர் தான். ஏ சக்தி. ആട്ടിൻകുട്ടിയെ അടുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം. അതിനൊരു ഇടയനുണ്ടായിരുന്നു. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരും.
baby. Daddy's home. சும்மா அது இருக்குல்ல എന്തിനു ചെയ്തു ഗ്രാഫിക്സ് കാർഡ് കത്തിച്ചു കളഞ്ഞാ ഇല്ല എന്റെ അമ്മോ. നീ എന്തിനാ ലാസ്റ്റ് ക്രൈസി പാട്ട് കൊണ്ടുവന്നേ? നീ ഒരു 3D ചെയ്ത് നോക്കണം, അന്നേരം മനസ്സിലാവും. എടാ നമുക്കിട്ട് ഒരു രക്ഷയിലടാ, കിടില സാധനോടാ. അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇവിടെ ഹഗ് ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഹഗ് വിട്ടേനെ. താങ്ക് യു സോ മച്ച് മോനെ. ലവ് യു ലവ് യു ലവ് യു. അണ്ടാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം അവിടെ ഉള്ള എല്ലാരോടും ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയാടാ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ബെറ്റർ നീ ഇപ്പൊ അപ്ലോഡ് ചെയ്യണതാ. അപ്ലോഡ് ചെയ്ത ഒന്ന് ഒരു വ്യൂസ് പോലെ ഉണ്ടാകത്തില്ല. എടാ ഇപ്പൊ എത്ര പറഞ്ഞാലും ഓരോ കുരിപ്പുകളും എത്ര പറഞ്ഞാലും ഇടുവാടാ. ഇതിനു വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഇടുവാടാ അവന്മാര്. ചെയ്ത് എന്തായാലും ചെയ്യും. ഞാൻ ഇപ്പൊ ചെയ്യാം. നീ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തോ, നേരെ അപ്ലോഡ് ചെയ്തോ. ഓക്കെ കോപ്പറേറ്റ് ഒന്നുകൂടി കുറച്ച് ഇതായിട്ട് കാണാം. അല്ല ഇതില് കുറച്ച് വൈഡ് ആയിട്ടായിരിക്കുന്നത്. അടിപൊളിയായിട്ട് കാണാം. ആരും ഇറങ്ങല്, സിറ്റിന്ന് കഴിഞ്ഞില്ല. വാസവൻ മാത്രം ഒന്ന് ഡിസ്കൗണ്ടിലോട്ട് ഡിസ്കോഡിലാ. ഹലോ അണ്ണാ, ഞാൻ വരാൻ പറഞ്ഞ അണ്ണ ഒരു തീർന്നിട്ടില്ല അണ്ണാ. എന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇനി വരാൻ പോണത്. പിന്നെന്തിനാ നമ്മളെ കൂട്ടത്തിൽ രണ്ടുപേര് ഒരാവും പകല് ഉറക്കമൊന്നും ഡിസ്പ്ലേ ക്യാപ്ചർ ആക്കട്ടെ. കേക്കോ? അപ്പൊ എനിക്ക് സിറ്റി വരാൻ പറ്റാത്തോണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് പറയണത്. അല്ലെങ്കിൽ ആ സ്റ്റേജ് വെച്ച് ഞാൻ സംസാരിച്ചാണ്. രണ്ട് ഓക്കെ അണ്ണാ, അതൊന്ന് കാണണം. ഓക്കെ, അത് കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കാം. വെളി പറഞ്ഞ അണ്ണാ കേട്ടോ, ഇതിന്റെ പിറകെ നിന്ന ഒരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. ഓക്കെ കണ്ടു കഴിയുമ്പോ വാസവന് മനസ്സിലാവുന്നല്ലേ? അതിനെ സിറ്റിക്കകത്ത് അത് ഞാൻ ജസ്റ്റ് ഞാൻ അവിടെ ഇല്ലാത്തോണ്ട്, എനിക്ക് കയറാൻ പറ്റാത്തോണ്ട് ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിനക്ക് ലൈവ് തരട്ടെ. അല്ല, ഞാൻ താഴെ പോയിരിക്കണ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ലൈവിൽ എൻജോയ് ചെയ്യും. അണ്ണ ഇത് അണ്ണന് വേണ്ടിട്ട് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. സോ എല്ലാരും എൻജോയ് ചെയ്യാ, അത്രേ ഉള്ളൂ. ഹലോ നമുക്ക് തീർന്നില്ല, പരിപാടി തീർന്നില്ലേ? എങ്ങോട്ടാ മന്ദാരം എങ്ങോട്ടാ വരണ്ടേ? മന്ദാരം എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. എന്റെ മനസ്സിലൊരു ഇതുണ്ട്. എന്താ പറ്റിക്കണടാ മന്ദാരവേ? വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് കസറി ഓടിക്കളഞ്ഞു. എന്താ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ഷോട്ടക്സ്? എല്ലാരും ഇല്ല, ഞാൻ നിൽക്കുന്ന ഒന്ന് തിരിഞ്ഞേക്കും. അണ്ണ മാത്രം അഡ്മിൻ നിൽക്കുന്നിടത്തോട്ട് വാസവ മാത്രം നിൽക്ക്. ബാക്കി എല്ലാരും ഇവിടെ ലൈനായിട്ട് നിൽക്കും. നേരെ നോക്കണേ. ആകാശത്തോ? എല്ലാരും നിക്കട്ടെ. കുടിഞ്ഞിരിക്കാനല്ലോ നോക്ക്.
മാത്രമല്ല അതിനെ ഇരിക്കുന്നുള്ളൂ. എല്ലാരും ഒന്ന് നിരന്നേക്കടാ. ബാക്കി നിക്കല്ലേ, ഒരാളുടെ ബാക്കിൽ ഒരാൾ നിക്കല്ലേ, നിരന്നേക്കണേ. സൈലന്റായി നിന്നോടാ അമ്മമാരത്. എല്ലാരും ലൈനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. ഒരാളുടെ ബാക്കിൽ ഒരാൾ നിക്കരുത്, സ്ട്രേറ്റ് ആയിട്ട് നിക്കണേ. എന്നിട്ട് എല്ലാരും ആകാശത്തോട്ട് നോക്കുക, ആകാശത്തോട്ട് കേട്ടോ, ആകാശത്തോട്ടെ. റെഡിയല്ലേ? മഞ്ഞ കൂടി പോയല്ലോ. ആരും പോയല്ലേ, ഇവിടെ തന്നെ അനങ്ങരുത്, ഇങ്ങനെ തന്നെ നിക്കണേ, അനങ്ങരുത്. റെഡിയല്ലേ? റെഡി. ചോദിച്ചത് പറഞ്ഞാ ചോദിച്ചതാണ്. റെഡിയല്ലേ? ഓ റെഡി. കടലിലാണോ മാനത്തോട്ട്? എങ്ങോട്ട് നോക്കണം? ബോബോയെ വയ്ക്കുന്നതായിട്ട് അറിവ് കിട്ടി. അങ്ങ് ദൂരം എന്തോ വരുന്നുണ്ട്, കപ്പലാണോ? സുനാമി എനിക്കൊന്നും കണ്ടുകൂടാ. ഞാൻ പോയില്ല. ഞാനിപ്പോ എന്ത് കണ്ടത്? കണ്ടതിപ്പോ അണ്ണാന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഞാൻ എന്ത് റിവ്യൂലാ കണ്ടത്? അനങ്ങാൻ പറ്റില്ലേ? എന്റെ അമ്മോ, എന്റെ ഒളിയോത് ഓടാക്കിയോട്ടെ. നമ്മൾ രണ്ടടി ഉണ്ടല്ലോ ഈ കാറ്. ഞാൻ വണ്ടി പോട്ടാ, വണ്ടി എനിക്കറിയാം, വണ്ടി കാരണം ഞാൻ പ്രതീക്ഷിച്ച എന്ത് റിവ്യൂല് ഞാനിപ്പോ കണ്ടേ. എല്ലാം പിന്നില് വർക്ക് ചെയ്തല്ലേ? എല്ലാം പിന്നല്ല, എല്ലാം നമ്മുടെ ഇത്രയും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നീങ്ങാം. എന്ത് പറഞ്ഞു വന്നിട്ട് എന്റെ വണ്ടി ഇനി ഇതാണ്, മനസ്സിലായി? ഇനി എന്റെ മെയിൻ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. ഇനി ഞാൻ എവിടെ പോയാലും എന്തിനു പോയാലും എടുക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പാപ്പ എന്ത് റിവ്യൂല് ഞാൻ കണ്ടത് അപ്പാപ്പ. ഇഷ്ടപ്പെട്ടോ? ഇത് എങ്ങനെ ചെയ്തപ്പാപ്പ എനിക്ക് മനസ്സിലാവില്ല. ആ സിനിമാറ്റിക് വീഡിയോ എങ്ങനെ അങ്ങനെ വന്നേ? ഞാൻ ഞെട്ടിപ്പോയി. ഹലോ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ചെയ്ത് വെച്ചിരിക്കണ രായ. അണ്ണ ഇത് നിന്റെ
ഫിനിക്സും കൂടി ചെയ്തതാണ്, അവന്മാർ ഇരുന്ന് ചെയ്തതാണ്, മനസ്സിലായോ? സിറ്റി കയറാൻ പറ്റില്ലെങ്കിലും കിടലൻ. എടാ ഇത് എങ്ങനെയാടാ ആ സിനിമാറ്റിക് വീഡിയോ ഒക്കെ എങ്ങനെയാടാ അങ്ങനെ വന്നേ? അതൊക്കെ അത്ര അണ്ണാ ലേസറിന്റെ പരിപാടി ഇല്ല. അത് ഫസ്റ്റ് ടൈം ഈ 5M സെർവറിൽ അങ്ങനെ ഒരു സംഭവമേ ഫസ്റ്റ് ടൈം ആണ്. ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. സാധാരണ സിനിമാറ്റിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ക്രീനിനകത്ത്, ഇത് നമ്മൾ അതിനകത്ത് ആ സാധനം നമ്മളെ വലിച്ചുകൊണ്ട് അതിനകത്ത് കൊണ്ടുപോയി. അത്ര ഉള്ളു ഫുൾ ക്രെഡിറ്റ് കുമാരാണ്. എടാ നെറോട്ട എല്ലാം കൊള്ളായിരുന്നു. നിഞ്ച നിഞ്ച എടാ ആരാണ് ചെയ്ത് ഉറങ്ങിയിട്ട് ഇതിന്റെ പിറകിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എടാ താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ് എ ലോട്ട്. 3 പേർക്ക് താങ്ക് യു. നിഞ്ച താങ്ക് യു. ഹൈഫിനിക്സ് താങ്ക് യു സോ മച്ച്. ഡിലേ ആയിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടിയ സാധനങ്ങൾ വരത്തുള്ളൂ. ഇതാണ് ചെറിയ പരിപാടി. കറക്റ്റ് ബർത്ത്ഡേ ദിവസം രാത്രി ചെയ്യുന്ന പരിപാടി അത് ആണ്. അന്ന് അണ്ണന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഇരുന്നോണ്ടാണ് നമ്മള് ഇതാക്കിയത്. കാരണം അപ്പാപ്പ ഇത് പറഞ്ഞിരുന്നു ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കണമെന്ന്. പിന്നെ ഞാനും അണ്ണാ കഴിഞ്ഞോട്ട ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ എല്ലാം കൂടി അങ്ങ് ചേർത്ത് അങ്ങ് നടത്തി, അത്രേ ഉള്ളു. അണ്ണാ ഹാപ്പിയല്ലേ? പിന്നെ അല്ലാതെ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. താങ്ക് യു. നിന്റെ കംബാക്ക് പരിപാടി ദ ബെസ്റ്റ്. എന്റെ അമ്മോ. രോമാഞ്ചം വന്നോ? രോമാഞ്ചം വണ്ടി ഇത്. എടാ ആ സാധനം നമുക്ക് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഓ അത് എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണാം. ഒന്ന് ലൈവ് ഞാൻ റെഡി. എന്റെ അമ്പോ ഇതെന്ത് സാധനം? എന്നിട്ട് അത് ഈകളൊക്കെ പോകും. സാധനം വന്നു വീഡിയോ ഉണ്ട്. പാട്ട് നല്ല അപ്പാപ്പ ആ വണ്ടി ഒന്ന് എടുത്തിട്ട് കൊടുത്താണ്. ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. ആ വണ്ടി ഒന്ന് എടുത്തിട്ട് കൊടുത്താണ്. ലിവർ ചെയ്ത സ്റ്റാലിനും വണ്ടി ഇത് ചെയ്ത നമ്മളെ പയ്യൻ, അവന്റെ പേര് പൂക്കി. അവനെ കൂടി സ്റ്റാലിന്റെ ഡിസൈൻ ആണ്. സ്റ്റാലിൻ ഉണ്ടോ ഇവിടെ? സ്റ്റാലിൻ ഇത്ര വെജിറ്റ ടോബി. ഹീറോ എന്താടാ? അണ്ണാ ഹോൺ ഉണ്ട്. എടാ ഹോൺ ആഡ് ചെയ്തിട്ടില്ലടാ. ഇത് ഹോണാണത്.
കുറച്ച് കാര്യം കൂടി ഉണ്ട്. വണ്ടി ഡോർ അടച്ചാണ്. ഡോർ അടച്ചാണ്. ഓക്കെ, ഈ വണ്ടി വേണോ? ഈ ഹോട്ട്വെയർ ഫെയിലായോ? തീർച്ചയായിട്ടാണല്ലോ ചെയ്തേ. അത് എഴുതണല്ലേ ചെക്ക് ചെയ്യാൻ. എന്നോടാ എന്റെ കീ തന്നെ. എനിക്ക് ഹോട്ട്വെയർ ഒട്ടും ചെയ്യാൻ പറ്റില്ലടാ. എനിക്ക് ഹോട്ട്വെയർ അമ്മാരൊക്കെ വിട്. കേസ് നടക്കുന്നോണ്ട് അവർക്ക് വേറെ ലൈവ് കാണാനില്ല. അതുകൊണ്ടല്ലേ അവർ ഇവിടെ ഇരിക്കുന്നേ. കിട്ടിയില്ലേ? ലോക്കായി. യു ഡോണ്ട് ഹാവ് കീ ടു ദിസ് വെഹിക്കിൾ എന്ന്. ഇല്ല ആവുന്നില്ല. അപ്പുറത്തെ വണ്ടി കയറി. അല്ല, ഇത് ഹോട്ട്വെയർ കാണിക്കാൻ വീണ്ടും. അല്ല, ഇപ്പുറത്തെ വണ്ടി കയറുക. ഓക്കെ. വണ്ടി റേസ് ചെയ്താണ്. വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് അത്ര കാണത്തുള്ളത്. ഇത് വണ്ടിയിൽ വൺസ് ഒന്ന് കേറണം. അവിടെ ഒരു വണ്ടി വരുവാടാ എനിക്ക്. 50 രൂപ വണ്ടി എന്തെന്നാ പോണേ? 50 രൂപ വണ്ടി ആ വണ്ടി ഒന്നാടാ. എന്റെ അമ്പോ, എന്റെ അമ്മോ, എന്തിനും ചെയ്ത് വെച്ചിരിക്കണേ. ഇത് കറക്റ്റ് RPM കറക്റ്റ് അനുസരിച്ചാണ് അത് കേറണേ. അനുസരിച്ചാണ് അത് വരുന്നത്. എടാ, ഇതിപ്പോ എനിക്ക് ഗ്യാങ് വേണ്ടി ആക്കിയാൽ മതിയെന്ന് തോന്നുന്നടാ. ഇത് ഗ്യാങ് മറ്റേ പറഞ്ഞോളൂ നീ പോലെ. ഇത് നമ്മുടെ ഗ്യാങ് വേണ്ടി ആക്കളിയാ. ഒരിക്കൽ ഇത് പറയും, ഒരിക്കൽ ഇത് പറയും, ഒരു കളർ മാറ്റാൻ പറയും. ആരാ നീ? ഇതിപ്പോ 700 രൂപയ്ക്ക് മാത്രം കഷ്ടമായിട്ട് കൊണ്ടുനടക്കാം. സ്വന്തം പേരെ കെട്ടി അങ്ങനല്ല. എനിക്ക് നമ്മുടെ ഗ്യാങ് ആണല്ലോ. എല്ലാവർക്കും ആ ഒരു ഗ്യാങ്ങിന് ആ ഒരു ഇത് കിട്ടല്ലോ. കളർ മാറ്റണം. നീ എന്തിനാ ക്രൈസി പാണ്ഡ്യ അത് കൊണ്ടുവന്നു ലാസ്റ്റ്? എനിക്ക് മനസ്സിലായത് ഇപ്പോഴും പറഞ്ഞു. നോക്കട്ടെ പറയാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ മോനെ, താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇഷ്ടപ്പെടായിരിക്കും. ഇത്ര വലിയ സാധനം പണിത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടോന്നോ? അതെന്തൊരു ചോദ്യം. മൃഗം ഇത് ഈഗിൾ ബ്രോ മാത്രമേ കാണാത്തുള്ളെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല. വന്നപ്പോ ഇവരൊക്കെ കണ്ടായിരുന്നു. ആണല്ലേ? ഞാൻ മാത്രമേ കാണാത്തത്. സത്യം, ഞാനേ കാണാത്തത്. കാണണം എന്നിട്ട് പോയനാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. സുന്ദരി ഒന്ന് പറയ്. ആരാ? എങ്ങോട്ടാ? എവിടെ വരണം? ഇങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. അല്ല, ഇവിടെ ഡിസ്കോഡില് ഹലോ ദർശന. താങ്ക് യു സോ മച്ച് ദർശന. മീൻസ് എ ലോട്ട്. ഓ, പിന്നെ ഹാപ്പി അല്ലായിരിക്കോ? അങ്ങോട്ട് കോടാ. അല്ലേ, അപ്പൊ തെണ്ടിത്തരല്ലേ നിങ്ങൾ കാണിക്കുന്നത്?
ഇപ്പൊ എന്താ നീ കാണിച്ചത്? ഇപ്പൊ ദീർഘായുസുണ്ടാവട്ടെ അപ്പാപ്പ കേട്ടാ. എന്റെ അണ്ണനെ ഫോൺ ചെയ്യും. കാണിച്ചപ്പോ തരിച്ചു വന്നതായിരുന്നു. എടാ എന്തൊരു സാധനോടെ കിടക്കുന്നേ ഇതല്ലേ ദർശന. ഹലോ. ദർശന താങ്ക് യു സോ മച്ച്. അണ്ണാ എനിക്ക് ഗിഫ്റ്റ് എന്താ തരണ്ടേന്ന് എനിക്ക് പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അടങ്ങിയില്ലടാ. സെറ്റ് ചെയ്തതാണ്. ദർശന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിപ്പം ചെറുപ്പൊന്നും ഇല്ലല്ലോ, വളരെ ചെറുതൊന്നും ഇല്ലല്ലോ. എല്ലാം ഗിഫ്റ്റ്, എവറിത്തിങ് ഈസ് വാല്യുബിൾ. മോർ ദാൻ ഗിഫ്റ്റ് യുവർ പ്രസൻസ് ഈസ് വാല്യുബിൾ. താങ്ക് യു. അണ്ണാ ഒരുപാട് ദിവസമായി കണ്ടിട്ട്. ഞാൻ ദർശനക്ക് കേക്ക് തന്നില്ലായിരുന്നു, ഞാൻ മുമ്പേ എടുത്ത് മാറ്റി വെച്ചിരിക്കുവായിരുന്നു ഒരു പീസ് കേക്ക് കഴിക്കണം. താങ്ക് യു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ എന്റെ പുതിയ വണ്ടിയാ. നല്ല രസമുണ്ട് അണ്ണാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അണ്ണാ സിറ്റിയില് ഇനി അടുത്ത ദിവസം അണ്ണന്ന് വരുമ്പോ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും പിന്നെ നമ്മൾ കാണുന്നു. എപ്പോഴും പറയുന്നതല്ലേ? ഇല്ല ഈ വട്ടം നമ്മൾ എന്തായാലും കാണും ദർശന. അതെനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഷുവർ ദർശന ഷുവർ. അണ്ണൻ എന്തോ ട്രോമയിലാന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ റിക്കവർ ആയോ? റിക്കവർ ആയതേ ഉള്ളൂ ദർശന. ഹലോ ഓക്കെ ആയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നമുക്ക് അടുത്ത ദിവസം സംസാരിക്കുമ്പോ ദർശന എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ അണ്ണാ. ഓക്കെ ദർശന. എന്തായാലും മീറ്റ് ചെയ്യാൻ വരണം. ഉറപ്പായിട്ടും ഞാനെ വിളിക്കാം. ഓക്കെ ദർശന. ബൈ. ഓക്കെ ബൈ അണ്ണാ. ആ വണ്ടിക്കകത്തു ഇന്ത്യ ഇവിടെ ഇമോട്ടൊന്നും ഇല്ല കേട്ടോ. അറിയണോ? ദർശന അണ്ണാ ബീജം ഒക്കെ ആയിരുന്നില്ലേ? പറയാത്ത എന്താ അന്നെന്താ കൊടുക്കാനാണ്? എന്ത് കൊടുക്കാത്ത? മനസ്സ് കൈമാറത്ത മനസ്സ് ഞാൻ കൈമാറിയായിരുന്നു. എലി വരികയാണ്, എലി ഇതൊക്കെ പൊട്ടിക്കൊണ്ടാണ് വാറ്റൻ ഇപ്പോഴും കണ്ടത് കാണാൻ വേണ്ടി നിൽക്കുന്നവിടെ. അണ്ണ ഷൈ ആയി പോയല്ലേ. അണ്ണ ചുറ്റോറ കടല എങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്നത് അങ്ങനെ ആക്കി തരാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഓടിച്ചു നോക്കോടാ. വാറ്റന്റെ ഡെഡിക്കേഷൻ കണ്ടു. ഇപ്പഴേ ലേസർ ഷോ ആണ് അവിടെ നിൽക്കുകയാണ്. FPP ഈ വണ്ടി എന്ത് ഡീറ്റെയിലിംഗ് ആടാ നോക്ക്. ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. പറഞ്ഞേ അങ്ങനെ ആരത്? തങ്കൻ എന്ന് പറഞ്ഞു കാറിലാണ് അടിച്ചിട്ട് ഇപ്പൊ വാറാവേ. സൗണ്ട് മൊത്തത്തിൽ മാറ്റിയില്ലേ? ഈ ഹോൺ നമുക്ക് വേണ്ടി താറിൽ നോക്കാട്ടെ. ഇത് സ്റ്റീവിനെ ഒച്ചോലുണ്ടല്ലേ? ഇത് നമുക്ക് ഗ്യാങ് വണ്ടി ആക്കാടാ. എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ വണ്ടിയേക്കാൾ എനിക്കിഷ്ടം ഇത് ഗ്യാങ് വണ്ടി. ഏത് വണ്ടി കൊടുത്തില്ലെങ്കിൽ ഈ വണ്ടിയെങ്കിലും അപ്പൊ അവരോട് പറ്റാ പറയാം. എടാ ഇതിനകത്ത് കുറച്ച് നീലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാങ് വണ്ടി കൊടുക്കിയാലോടാ. നൈസായിരിക്കും. ഈ ടോപ്പ് കത്തിക്കെടുക്കുന്ന നീലയാക്കാം. സ്പീഡില്ല വണ്ടിക്ക്, സ്പീഡ് കുറവ്. എനിക്കൊന്ന് ഫുൾ അപ്പല്ലെന്ന് തോന്നുന്നു. അല്ലല്ല ഒന്നും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. സ്പീഡില്ല. 170 200 വരെ ഉണ്ടോ? നോ വേണ്ട. 60 പ്രകാരം വാറ്റൻ ഇപ്പോഴും അവിടെ നിൽക്കാണ്.
ഇത് പേഴ്സണൽ വണ്ടിയായിട്ട് തന്നെ മതിയോ? നിങ്ങൾ പറ. ഇത് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടല്ലേ പരുന്തിന്റെ എന്തായാലും ഹൈന വരും. ഹൈന എന്തായാലും ഗ്യാങ് വണ്ടിയായിട്ട് വരും. ഇതൊക്കെ അപ്പുറത്ത് കിട്ടുമോ? ഇന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഓടിക്കാൻ പിടിച്ചോ, കൈയോടെ പിടിച്ചോ. ഓടിക്കാൻ തോന്നുമ്പോ ഇവിടെ ഒന്ന് ഓടിച്ചു മതി. ഞാൻ ഇവിടെ വണ്ടി നിർത്തി ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി നോക്കിയാ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡില് സൈഡിലെ ലൈറ്റ് എത്തണ്ടല്ലേ? ഓടി വരും നോക്കുന്നു. ബ്രോ ഈ വണ്ടി ഫുള്ളപ്പ് ആണോ? ദൈവമേ ഫുള്ളപ്പല്ലേ? കാറിലോ കയറുന്നാ? കാറിലോ കയറിക്കോ. ഹലോ ഹലോ കാർലോ ഞാൻ ഇറങ്ങണേ. കാർലോ വണ്ടി ഓടിക്കാൻ വരുമോ? ഞാൻ വരാം. ഓക്കെ എല്ലാരും 77% ആൾക്കാരും ഫുള്ളപ്പാക്കണോ? ഇതൊന്ന് ഫുള്ളപ്പ് ആക്കി തരുമോ? അണ്ണാ ഇന്ന് പെയിന്റ് അടിക്കുന്നില്ലേ? അല്ല ഇന്ന് പെയിന്റ് ഇല്ല ഇന്ന് അത് കളിക്കാൻ പോകും. നല്ല ലേറ്റ് ആയി. 1:41 ആയടാ. വണ്ടി ഇറങ്ങാവോ? നീ മറ്റേ സ്റ്റിയറിംഗ് കുത്തി വാ അണ്ണാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അപ്പിയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എലക്ഷന്റെ POV നോക്കണ. എലക്ഷൻ എവിടെയാ? ലൈവ് തൽസ എവിടെയാ? തൽസ എവിടെയാ? കിക്കിലാണോ? വൈറ്റി ആണോ? അമ്പോ എടാ ഇവന്റെ അകത്ത് എന്ത്? അയ്യോ ഇത് എടാ എന്തൊരു ഗ്ലേസിംഗ് വണ്ടിക്ക്. എന്റെ അവനെ കാണിച്ചോണ്ടിരിക്കണ വണ്ടി കാണിക്കാനുള്ളതിന്. എന്ത് രസൂടാ കാണാൻ. എടാ ഈ ഗ്ലോസിനെസ് ഒന്നും എന്റെ മോഡിലില്ലടാ. ബാക്ക് അടിച്ച് നോക്ക്. ഒമ്പോ എന്റെ അമ്മ സിനിമ. എടാ ഇത് കത്തിപ്പോത്തില്ലായിരുന്നെങ്കിൽ ഇതിട്ട് ലൈവ് ചെയ്യായിരുന്നു. ഈ സാധനമായിട്ട് ലൈവ് ചെയ്ത കണ്ട ഇങ്ങനെ ഇരിക്കും. ഇവൻ ഇത് വെച്ച് എങ്ങനെ വാറൊക്കെ കളിക്കുന്നത്? അന്നേരൊക്കെ സബ് അടിക്കാൻ റോഡ് ടു 21K ആണ്. കുറച്ച് കൂടെ മതി. ഹലോ കാർലോ വിളിച്ചോ? ഹലോ വണ്ടി പപ്പായി സ്റ്റിയറിംഗിന് അതിന് പോകുന്നില്ല പറഞ്ഞു. അതെ കാർലോ ചേട്ടേ ഈ വണ്ടി ഓടിച്ചു പോവാന്ന് വിചാരിച്ചിരിക്കുക. വണ്ടിക്ക് കുറച്ച് സ്പീഡ് കുറവാ. ഹാൻഡിൽ ശരിയാക്കണ്ടല്ലോ. കണ്ട RPM ഒരു കട്ടാവുന്ന പോലെ സൗണ്ട്. ഇത്രയുള്ള മാക്സ് സ്പീഡ് 250. അത് പിന്നെ സ്പീഡിന്റെ ഇതാണോ ഈ സൗണ്ട് ഇങ്ങനെ ആണെന്ന് തോന്നുന്നത്. ലിമിറ്റ് ഒന്നാണ്. സ്പീഡ് ലിമിറ്റ് എന്താ 278 ഉണ്ടോ? സ്പീഡ് ഇതൊട്ടുമില്ല. പിന്നെ സൗണ്ടും കൂടെ ഇങ്ങനെ സൗണ്ട് ഗിയറും മാക്സ് ഇട്ടിട്ട് അങ്ങനെ RPM ഇതായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ട് സൗണ്ട്. അത് പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഫോൺ കുറച്ചും കൂടെ സ്പീഡ് ഉള്ളതെന്ന് തോന്നുന്നു. എന്താ ഹോൺ അടിച്ചേ? ഫോണിന് കുറച്ചും കൂടെ സ്പീഡ് വേർഷൻ ഉള്ളതല്ലോ. അല്ല ഇതിന്റെ തന്നെ കുറച്ചും കൂടെ സ്പീഡുള്ള വേർഷൻ അല്ലായിരുന്നു ഒരു പൊടിക്ക്? അത് ഇങ്ങനെ ആക്കിയതായിരിക്കും ചിലപ്പോ. ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും കോപ്പിറൈറ്റ്. അല്ല ഇതിന്റെ എല്ലാ വേർഷനും
അപ്പൊ കാർലോ എന്തായാലും വെളിയിലോട്ട് വാ. ഞാൻ വരാം. ഓക്കെ ഓക്കെ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടോ ഗൈസ്? വണ്ടിയുടെ നോക്ക് നിങ്ങൾ, അതിന്റെ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് നോക്ക്. 2 മണിക്ക് സിനിമ സ്റ്റാലിനും സേക്കിനും ഒക്കെ ചെയ്യുന്ന വണ്ടികൾക്ക് അങ്ങനെ നിങ്ങൾ അടുത്ത് നോക്കിയ ഒരു സാധനം മനസ്സിലാവും. ഈ സിറ്റിയിൽ നോർമലി ചെയ്യുന്ന വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ലിവറിക്കും ഇതിനും ഒരു പ്രത്യേക ഷൈനിങ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടാ? താങ്ക് യു സോ മച്ച്. 2 മണിക്ക് സിനിമ പ്രദർശനം എല്ലാരോടും വന്ന് ഞാൻ പറയാം എല്ലായിടത്തും പറയാം ഗൈസ്. 2 മണിക്ക് അപ്പൊ ഷൗട്ടെക്സിന്റെ സിനിമ പ്രദർശനം ഉണ്ട്. എല്ലാരും പോയി ക്ലിയർ വെർഷൻ അവിടെ പോയെന്ന് കാണണം. ഓക്കെ അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും മനാബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ മേക്കിംഗ് എ വണ്ടർഫുൾ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസ് എ ലോട്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഒന്നും കേൾക്കുന്നില്ല. ഹലോ കേക്കാവോ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇൻബോക്സ് പറഞ്ഞു ഇൻബോക്സ് ചെയ്യൂല. അതെന്താ? റിക്വസ്റ്റ് 50+